ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇതാ ഇവിടെ ഒരു ചെറുപ്പക്കാരന്റെ മിഷണറി യാത്രയുടെ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കുക. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ഒരു യൗവനക്കാരൻ എറണാകുളത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അധികം വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത കേവലം ഒരു ലോറി ഡ്രൈവറായി തീർന്ന ഈ യുവാവ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ദൈവം ആ യുവാവിനെ അനേക രാജ്യങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാൻ ഇടയായി. തന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് താൻ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം തന്നെ വളരെ ശക്തമായിട്ട് അനേക രാജ്യങ്ങളിൽ ഉപയോഗിച്ചു. നോർത്ത് ഇന്ത്യയിൽ തന്നെ പല ഗ്രാമങ്ങളിലും, ഇന്ത്യക്ക് വെളിയിൽ നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലുള്ള ഗയാനയിലും ആദിവാസികളുടെ ഇടയിലെല്ലാം ഈ ദാസൻ കർത്താവിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഗയാനയിലെ ജോർജ് ടൗണിൽ തള്ളപ്പെട്ട അനേക എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുകയും അവരെ യേശുവിലേക്ക് വഴി നടത്തുകയും ചെയ്യുവാൻ ഈ യുവാവിന് ദൈവം സഹായിച്ചു. താൻ സ്നേഹിച്ച അതേ രാജ്യത്തെ സുവിശേഷ വിരോധികളുടെ ക്രൂരമായ കൈകളാൽ 2006 മാർച്ച് മാസം 2-ാം തീയതി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. നശ്വരമായ ഈ ലോകത്തെ ലക്ഷ്യം വയ്ക്കാതെ ഒരു നല്ല ദാസനായി ആയിരങ്ങൾക്ക് ക്രിസ്തുവിന്റെ പ്രകാശം പകർന്ന സജിയുടെ ജീവിതം അനേകർക്ക് ഇന്ന് മാതൃകയായിരിക്കുന്നു. എന്റെ ഒരു ആത്മസുഹൃത്തായിരുന്ന സജിയുടെ മിഷണറി യാത്രയുടെ സാക്ഷ്യം വീഡിയോയിൽ പകർത്തുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. സജിയുടെ ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവിൽ പ്രകാശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. आंखें पुतली जैसे संभाला मुझे, अनोख प्यार है तेरा, करूंगा स्तुति तेरी मैं सर्वदा, अनोख प्यार है तेरा, करूंगा स्तुति तेरी मैं सर्वदा. നിന്മഹാകൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിന്മഹാകൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മഹാകൃപയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെ നമുക്ക് അടങ്ങിയിരിക്കുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. നമ്മെ തീരെ ഇറങ്ങി വന്നതായ ആ ദൈവ സ്നേഹം, യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നായ നമ്മെ തീരെ ഇറങ്ങി വന്നതായ ദൈവ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കിവിടെ നൃത്തം ചെയ്യുവാനായിട്ടാണ് തോന്നുന്നത്. കാരണം യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ ദൈവം തിരഞ്ഞെടുത്തു, ഈ സ്ഥാനത്ത് കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. അതാണ് എന്നെ തേടി ഇറങ്ങി വന്നതായ ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സായന്ത്ര്യ സമയം ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവർക്കും ആദ്യമായിട്ട് എന്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ നാം അല്പനിമിഷമായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമായത് തന്ന് നമ്മെ നിറച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമാറാകട്ടെ. എന്റെ പേര് സജി എബ്രഹാം എന്നാണ്. നാട്ടുകാരൊക്കെ ഇവിടെ സഞ്ജി ഉപദേശി, സഞ്ചാരി ഉപദേശി എന്നൊക്കെ വിളിക്കും.
അതിന് രണ്ടിനും അർത്ഥമുണ്ട്. കാരണം കുറെ വർഷങ്ങളായിട്ട് തോളിലൊരു സഞ്ചി കയറി, അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരു സഞ്ചി ഉപദേശിയാണ്. പിന്നെ സഞ്ചാരി ഉപദേശി എന്ന ആൾക്കാർ വിളിക്കുന്നതിലും അർത്ഥമുണ്ട്. കാര്യം ഇന്ത്യയുടെ ഏകദേശം 18ഓളം സ്റ്റേറ്റും അയൽ രാജ്യങ്ങളും നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയിലെ ചില രാജ്യങ്ങളും ഒക്കെ കഴിഞ്ഞ 8 വർഷത്തിനാണ് ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സഞ്ചാരി എന്ന പേരിനും അർത്ഥമുണ്ട്. എന്നാൽ ഞാൻ എങ്ങനെ സഞ്ചാരിയും സഞ്ജീവദേശിയൊക്കെ ആയി തീർന്നു, എന്നെ ദൈവം എങ്ങനെ രൂപാന്തരപ്പെടുത്തിയ അവസ്ഥയിലേക്ക്, അതാണ് അല്പനിമിഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത്. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവി അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തില് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞ് അവനെ ശരണം പ്രാപിച്ചത് മുഖാന്തരം എന്റെ ജീവിതത്തിൽ വന്നതായ രൂപാന്തരം, എന്റെ ജീവിതത്തിൽ വന്നതായ മാറ്റത്തെ കുറിച്ചാണ് അല്പനിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനൊരു യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിലും എന്റേതായ ജീവിതത്തില് യഥാർത്ഥമായിട്ട് സന്തോഷവും സമാധാനവും ഇല്ലാതെ ആയിരുന്നു ഞാൻ മുൻപോട്ട് ഓടിക്കൊണ്ടിരുന്നത്. ഹൈസ്കൂളിൽ കയറി കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരെയും പോലെ ഒരു ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു ഞാനും. അതോടൊപ്പം കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനവും സ്കൂളിലെ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ആയിട്ട് നീങ്ങി മോശമായ കൂട്ടുകെട്ടിലേക്ക് വഴുതി വീഴുവാനായിട്ട് ഇടയാക്കിയിരുന്നു. പതിയെ പതിയെ കട്ടം വീടിയൊക്കെ വലിച്ച് ആരംഭിച്ചതാണ്. അത് പിന്നെ സിഗരറ്റിലേക്ക് കയറി, പിന്നെ അത് നിർത്തുവാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ കഞ്ചാവിലേക്കും മദ്യത്തിലേക്കും അതെന്നെ തള്ളിവിടുവാനായിട്ട് ഇടയായിത്തീർന്നു. ജീവിതത്തില് സമാധാനമില്ലാതെ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ദൈവ സ്നേഹം എന്നെ തേടി ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്റെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. എന്റെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം ദൈവത്തിന്റെ ചെയ്തത്, കർത്താവേ, ഇനി ജീവിക്കുന്നു എങ്കില് നിനക്ക് വേണ്ടി ജീവിക്കും എന്ന് ഞാൻ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നു. കർത്താവേ, ഞാൻ എങ്ങനെ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടണം, എന്ത് ചെയ്യണം? കാര്യം എനിക്ക് യാതൊരു പരിപാടി അറിയത്തില്ല, പാടാൻ അറിയത്തില്ല, ഇൻസ്ട്രുമെന്റ്സ് അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞാൻ വെറും ഒരു ഡ്രൈവറാണ്. എന്റെ പ്രൊഫഷൻ അതാണ്. 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത, ഹൈസ്കൂളിൽ തന്നെ വിദ്യാഭ്യാസം എല്ലാം പരാജയപ്പെട്ട് ആകെ തല്ലിപ്പൊളിയായിട്ട് തീർന്ന വെറും ഒരു ഡ്രൈവർ എന്നുള്ള പ്രൊഫഷനിൽ മാത്രമേ എനിക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ വിളിച്ചു രൂപാന്തരപ്പെടുത്തിയപ്പോൾ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ അതിയായ ആഗ്രഹമായിരുന്നു. അന്ന് നടക്കുന്നതായ കൺവെൻഷനും ക്രൂസൈഡുകളും ഒക്കെ കടന്നുപോയി. എന്നാൽ ആവുന്നത്ര കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് അന്നത്തെ ജോലിയൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് സ്റ്റേജ് കെട്ട് കസേര, അന്ന് സ്റ്റേജിൽ നിൽക്കുന്ന റെജിയും സാംസൺ ഗോഡൂരും ഒക്കെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ അതിന്റെ പിന്നിലിരുന്ന് പ്രാർത്ഥിക്കും, കസേരകൾ പെറുക്കി അടുക്കി മാറ്റും. അതൊക്കെയായിരുന്നു എന്റെ ജോലി. കാര്യം ഞാൻ അന്നേരം ഒരു ചിന്ത, കർത്താവ്, ഈ സഹോദരന്മാർക്ക് കൊടുത്ത പോലെ എന്തെങ്കിലുമൊക്കെ എനിക്കും തന്നായിരുന്നെങ്കിൽ ഞാനും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടായിരുന്നു എന്നൊക്കെ ദുഃഖിച്ച പലപ്പോഴും. എനിക്ക് വണ്ടി ഓടിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദുഃഖത്തോടും ഭാരത്തോടുകൂടെ പല കൺവെൻഷനുകളും കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം എന്റെ ഉള്ളിൽ തന്ന് പോയി പ്രസംഗിക്കുവാനായിട്ട്, എന്നെ കൊണ്ട് അറിയാവുന്നത് വിളിച്ചു പറയുവാനായിട്ട് ദൈവം എന്റെ ഉള്ളത്തിൽ ഒരു ആഗ്രഹം തന്നു കഴിഞ്ഞപ്പോൾ വെളുപ്പിനെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട്, നിങ്ങൾക്കറിയാമോ, ന്യൂസ് പേപ്പർ ചുരുട്ടി കോളാമ്പി പോലെ ആക്കിയിട്ട് ഇടവഴികളിലൂടെ ഞാൻ നടന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. രാവിലെ നേരം വെളുത്ത് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവർ കേൾക്കുന്ന രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുന്ന പോലെ യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. കാര്യം എനിക്കറിയാവുന്ന അറിവുള്ളായിരുന്നു. ഒരു ന്യൂസ് പേപ്പർ ചുരുട്ടി കോളാമ്പി പോലെ ആക്കിയിട്ട് അതും പറഞ്ഞുകൊണ്ട് ഇടവഴികളിലൂടെ ഞങ്ങളുള്ള വഴികളിലൂടെയൊക്കെ നടക്കും. പിന്നെ ബോർഡ് വാക്യം എഴുതിയിട്ട് ആ സൈക്കിളിന്റെ 2 സൈഡിലും കെട്ടിത്തൂക്കിയിട്ടിട്ട് നടക്കും. ട്രാക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടുന്ന് സൈക്കിൾ ചവിട്ടി ആദരപ്പള്ളി വരെയൊക്കെ പോയി പരസ്യവും ഇങ്ങനെ പാട്ട് പാടും, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും, തിരിച്ചു വരും. ഇതൊക്കെയായിരുന്നു അന്നത്തെ ആദ്യകാല പ്രവർത്തനങ്ങൾ. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിലെ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച് ഒരു നല്ലൊരു സുവിശേഷകനായിത്തീരണമെന്നുള്ള അതിയായ ആഗ്രഹമൊക്കെ എന്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനൊക്കെ ആയിട്ട് പോയി. PTത്തിന് ആദ്യത്തെ സെമസ്റ്ററിൽ തന്നെ മഞ്ഞപ്പിത്തവും മലേറിയൊക്കെ പിടിച്ച് ഒരു ജീവശവമായിട്ടാണ് ഞാൻ തിരിച്ച് വന്നത്. 1.5 മാസത്തോളം കൊച്ചിൻകോട്ട് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയിട്ട് കിടന്നു. അന്ന് എന്റെ ജീവിതത്തില് വല്ലാത്ത ഒരു കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. എന്നെ കാണുവാൻ വന്നായ പലരും നിന്നാ വാക്കുകളായിരുന്നു അവർ നാവിൽ നിന്ന് വീടുകൊണ്ടിരുന്നത്. അത് കേട്ട് എനിക്ക് വളരെയധികം ദുഃഖം തോന്നുവാനായിട്ട് ഇടയായിത്തീർന്നു. നീ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ചിലർ പറഞ്ഞു, ഇടയെ ആവശ്യമില്ലാത്ത പണിക്ക് നീ എന്തിനു നടന്നു? നിന്നോട് ഈ പുസ്തകം എടുക്കൊണ്ട് നടക്കാൻ ആര് പറഞ്ഞു? വേലയ്ക്ക് വിളിയില്ലാത്തവരൊന്നും ഈ പുസ്തകം എടുക്കരുത്, ഇത് സാധാരണക്കാരൻ എടുക്കുവാനുള്ള സാധനമല്ല എന്നൊക്കെ പറഞ്ഞ് പലരെയും വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ദൈവത്തോട് 2 ചോദ്യം മാത്രം ചോദിച്ചു. കർത്താവേ, നീ എന്റെ പാപം ക്ഷമിച്ചു തന്നില്ലേ? ഞാൻ പാപി ആയതുകൊണ്ടാണോ നീ എന്നെ ശിക്ഷിച്ചത്? നിന്റെ വചനം പഠിക്കുവാനായിട്ടുള്ള യോഗ്യത എനിക്കില്ലേ? എനിക്ക് ഈ പുസ്തകം എടുക്കുവാനായിട്ടുള്ള യോഗ്യതയില്ലേ എന്ന് ചോദിച്ച് കട്ടിൽ നിന്ന് കിടന്ന രാത്രിയുടെ യാമങ്ങൾ മുഴുവനും ഉറങ്ങാതെ കരയുവാനായിട്ട് ഇടയായിത്തീർന്നു.
എന്നാൽ എന്റെ കരച്ചിലിനെ ദൈവം കേട്ടു. ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു തന്നു, നിനക്കും അത് പ്രസംഗിക്കുവാനുള്ള യോഗ്യതയുണ്ട്. ദൈവം എന്നെ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവം എന്നെ അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സൗഖ്യമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും സംസാരിച്ചു എന്നോട്, ഇവിടെ എന്താണ് അടങ്ങിയിരിക്കുന്നത്? നിന്നോ ഞാൻ അവിടുന്ന് ഇറക്കി വിട്ടത് ഈ സാധനം കൊണ്ട് പിന്നെയും പ്രസംഗിക്കുവാനായിട്ടാണ്. പിന്നെയും എന്റെ വചനവുമായിട്ട് നീ വീടിന് പുറത്തേക്ക് ഇറങ്ങണം. എന്നാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ആഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു കൂട്ടം ആൾക്കാര് എന്റെ ചുറ്റിനും കൂടി, എന്റെ മാതാപിതാക്കളും എന്റെ സഭാവിശ്വാസികളും പാസ്റ്ററും ഒക്കെ, കാര്യം എടാ ഇവിടെ ചുറ്റും നടന്നുള്ള പ്രസംഗമൊക്കെ മതി, ദൂരെ എങ്ങും പോകണ്ട. കാര്യം ഇനിയും നീ പോയി കഴിഞ്ഞാൽ ഈ ആരോഗ്യമില്ലാത്ത ശരീരവുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചുറ്റി നടന്നിട്ട് പണ്ട് നിന്നെ ഞങ്ങൾ പൊക്കിക്കൊണ്ടുവന്നു, ഇനി നിന്റെ ഡെഡ് ബോഡി ചുമന്ന് വേണോ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് വരുവാനായിട്ട്? ഇത്രയും നാൾ നോക്കിയത് പോലെ എന്നൊക്കെയുള്ള ചോദ്യ സ്ഥലങ്ങൾക്ക് മുൻപിൽ ഞാൻ വളരെയധികം ക്ഷീണതയായിരുന്നു. ആ ദൈവത്തിന്റെ ആത്മാവ് രണ്ടാമതും എന്നോട് സംസാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. എന്നാൽ മൂന്നാമത് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ കീഴ്പ്പെടുവാനായിട്ട് ഒരുങ്ങി. എന്നാലും ഞാൻ കർത്താവിനോട് ചില ചോദ്യം, കർത്താവേ എന്റെ ശരീരത്തിന്റെ അവസ്ഥ നീ അറിയുന്നു, എല്ലാ ഫുഡുകളും എനിക്ക് കഴിക്കുവാൻ പറ്റുകയില്ല, ശരിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ തന്നെയുള്ള ആരോഗ്യം എന്റെ ശരീരത്തിനില്ല, പിന്നെ ഞാൻ എങ്ങനെ നിന്റെ വചനം പ്രസംഗിക്കും, എങ്ങനെ ഈ വീടിന് പുറത്തു പോയിട്ട് എങ്ങനെ ഞാൻ നടക്കുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ദൈവം എന്നോട് പറഞ്ഞ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും ഇറങ്ങിപ്പോവാനായിട്ട്. കർത്താവ് അതെനിക്കറിയാം, നീ ശക്തീകരിക്കും, നീ ബലപ്പെടുത്തുന്നൊക്കെ, പക്ഷേ എനിക്ക് അത് മാത്രം പോരാ, നിന്റെ കയ്യിൽ നിന്ന് ചില പ്രോമിസുകൾ കൂടെ എനിക്ക് വേണം. അപ്പോൾ ഞാൻ പല മിഷണറിമാരുടെയും ജീവചരിത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് പിടികിട്ടി. മിഷണറി ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു സാധനം. ഞാൻ പറയും, കർത്താവ് എനിക്ക് പണം വേണ്ട, സ്ഥാനം വേണ്ട, ബഹുമാനം വേണ്ട, ഒരു മനുഷ്യനും എന്നെ ആദരിക്കണം, എനിക്കൊരു സാധനം മാത്രമേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് മിഷണറി ഫിറ്റ്നസ് എന്റെ ബോഡിക്ക് നീ തരണം. അത് എനിക്ക് തന്നു കഴിഞ്ഞാൽ നീ എന്നോട് എവിടെ പറയുന്നു അവിടൊക്കെ ഞാൻ പോയിക്കോളാം, നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് അനുസരിച്ചോളാം എന്നൊരു തീരുമാനം ദൈവത്തിനെ എടുക്കുവാനായിട്ട് ഇടയാക്കുന്നു. അന്ന് ദൈവം എനിക്ക് ആ പ്രോമിസ് നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. പിറ്റേ ദിവസം എന്റെ ബാഗും പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങുവാനായിട്ട് ഇടയായിരുന്നു. എങ്ങോട്ട് പോകണമെന്നൊരു ലക്ഷ്യമില്ലായിരുന്നു. ആദ്യമേ ഞാൻ കയറി ചെന്ന GFAയിലേക്കാൾ ഒരു മനുഷ്യനെ എനിക്ക് പരിചയമില്ല. അന്ന് അവിടെ ചെന്ന് അവിടുത്തെ ചില സഹോദരന്മാരുമായിട്ട് എന്റെ ടെസ്റ്റ് മണി ഷെയർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ല, 2 മാസത്തെ ക്ലാസ് ഒക്കെ ഉണ്ട്, അതിനീ 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോ സഹോദരൻ വീട്ടിൽ പോയെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയക്കാനിട്ട് ഒരുങ്ങിയെങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് എവിടെയെങ്കിലും പോയി കർത്താവിന്റെ വേല ഒന്ന് ചെയ്താൽ മതി, അതിനുള്ള ഒരു അവസരം മാത്രം നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി. അന്ന് അവരെന്നെ ഒരു സഹോദരൻ ബോട്ടിൽ നിന്ന് പോയതുകൊണ്ട് ഒരു വേക്കൻസി ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ ബോട്ട് ടീമിൽ പോയി പ്രവർത്തിക്കാൻ, കനവക്കുന്ന കായംകുളത്തുള്ള ആ ബോട്ടില് അവിടെ ബോട്ട് ടീം പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ നിനക്ക് പോയി പ്രവർത്തിക്കാമെന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ബോട്ട് ടീമിലേക്ക് പോയി. എന്നാൽ എന്റെ ശരീരം എന്നെ പലപ്പോഴും അതിന് അനുവദിച്ചില്ല. രാത്രിയുടെ നല്ല തണുപ്പും ആ ബോട്ടില് തിരകൾ വന്ന് കിടന്നുള്ള റോളിങ് ഞാൻ ആ എഞ്ചിന്റെ മുകളിലായിരുന്നു രാത്രി കിടന്നു ഉറങ്ങിക്കൊണ്ടിരുന്ന കാര്യം. സഹോദരന്മാർ എന്നെ അവിടെ പിടിക്കിടത്തി കുറച്ച് ചൂടെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അന്ന് 1.5 മാസത്തോളം ആ ബോട്ട് ടീമിൽ പ്രവർത്തിച്ച് തിരിച്ചു കടന്നതിന് ശേഷം വീണ്ടും ടീമുകളുമായിട്ട് മലബാർ പ്രദേശത്തേക്ക് GFAയുടെ തന്നെ വാൻ ടീമുകളായിട്ട് മലബാറിൽ ഒക്കെയും കടന്നുപോയി ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ സംസാരിക്കുവാനായിട്ട് കർത്താവ് എന്നെ എടുത്തുപയോഗിച്ചു. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ അടുത്ത ആലോചന എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയത് ബീഹാറിലേക്ക് കടന്നു പോകാനാണ്. മിഷണറിമാരുടെ ശവപ്പുറം എന്നറിയപ്പെടുന്ന ബീഹാറിലേക്ക് കടന്നു പോകാൻ. അന്ന് ഞാനൊന്ന് ഞെട്ടി, കർത്താവേ എങ്ങനെ ഞാൻ ബീഹാറിലേക്ക് പോകും? എന്നാൽ ദൈവം എനിക്ക് കാണിച്ചു തന്നായ ചില ദർശനങ്ങളെ ഞാനന്ന് ഓർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെതായ സന്നിധിയിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ച് ഇറങ്ങുന്നതിന് മുൻപ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ചില ദർശനങ്ങൾ കാണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിരവധി ഭാഷക്കാര്, ജാതികള്, നിരവധി രാജ്യങ്ങള്, നിരവധി വംശങ്ങളൊക്കെ എന്റെ മുൻപിലേക്ക് കടത്തിവിട്ടിട്ട്, നിരവധി പർവ്വതങ്ങളും അനാന്തരങ്ങളും ഒക്കെ കടത്തിവിട്ടിട്ട് കർത്താവ് എന്നോട് പറഞ്ഞ്, ഇവിടെയൊക്കെയും നീ എന്റെ സാക്ഷിയായി തീരണം. ഒരിക്കൽ പോലും യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത നിരവധി ഗ്രാമങ്ങളില് ആദ്യമായി നിന്നെയാണ് ഞാൻ കയറ്റി വിടുവാനായിട്ട് പോകുന്നുള്ള ദൈവിക ആലോചന എനിക്ക് കിട്ടി. അന്ന് ഞാൻ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു, കർത്താവേ എനിക്ക് മലയാളം മാത്രം അറിയാം, അല്ലാതെ ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല, ഒരു ഭാഷയും അറിയത്തില്ല, ഞാൻ എങ്ങനെ ഇവിടെയൊക്കെ കടന്നുപോയി പ്രസംഗിക്കുമെന്ന് ആ ദർശനം എന്റെ മനസ്സിലേക്ക് ഓടി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ നീ എന്നെ അയക്കുന്നുവെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. രണ്ടും കൽപ്പിച്ച് അന്ന് ഞാൻ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറുമ്പോഴേക്കും എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, ഒരു ഭാഷ പോലും എനിക്കറിയില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ആഹാരമൊക്കെ ട്രെയിനിൽ കഴിച്ച് പല ആക്ഷനൊക്കെ കാണിച്ച് ബീഹാറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ
ബീഹാറിലെ ഹിന്ദിയും അവിടുത്തെ ബീഹാറി ഭാഷയും സാദരിയും സന്താളിയൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അതൊന്നും എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇറങ്ങിയ ആൾക്കാരോട് പല ആംഗ്യ ഭാഷയൊക്കെ കാണിച്ചാണ് അന്ന് വെള്ളം തന്നെ കുടിച്ചത്. അതിനുശേഷം ട്രാക്റ്റുകളുമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് സഞ്ചിയിലെ ട്രാക്ട് നിറച്ചിട്ട് അത് കൊടുത്തു മുൻപോട്ട് നീങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇതെന്താണ്? എനിക്കൊന്നും അറിയില്ല. ഞാൻ പറയുന്നുണ്ട് ഇത് യേശുവിന്റെയാണ്. പക്ഷെ മലയാളത്തിൽ പറഞ്ഞിട്ട് ഹിന്ദിക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ വായും പൊളിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വെറും ആക്ഷൻ മാത്രമായിട്ട് ഞാനിങ്ങനെ ജീവിക്കുവാനായിട്ട് തുടങ്ങി. പല കടകളിലേക്കും കടന്നേലും ആഹാര സാധനത്തിന്റെ പേരറിയില്ല. അവര് പല സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെന്ന് തൊട്ട് കാണിക്കും. അവര് പറയും 5 റുപ്യ 7 റുപ്യ 8 റുപ്യ എന്നൊക്കെ പറയും. എനിക്കറിയില്ല 5 റുപ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, 7 റുപ്യ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മണ്ണാങ്കട്ട എനിക്കറിയത്തില്ല. ഞാൻ ആ തൊട്ട് കാണിക്കും. അവരെന്തൊക്കെയോ ചിലപ്പോ പാത്രത്തിലെടുത്ത് തരും. 10ന്റെ നോട്ട് കൊടുത്തിട്ട് കുറച്ചു നേരം കാത്തിരിക്കും. അവര് വല്ലതും ബാലൻസ് എന്നാ മേടിച്ച് പോക്കറ്റ് ഇടും, ഇല്ലെങ്കിൽ തിരിഞ്ഞു നടക്കും. കാര്യം ഒന്നുമില്ലെന്നാണ് എന്റെ വിചാരം. കാര്യം അവര് പറയുന്ന 7 റുപ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന് ഈ 7 റുപ്യ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു ആദ്യമകാലത്തില് ഞാൻ മുൻപോട്ട് പ്രവർത്തനം ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് കരയുവാനായിട്ടായിരുന്നു. കർത്താവേ, എന്തിന് ഞാനിങ്ങനെ പൊട്ടം കളിക്കുന്നു? എന്തിന് നീ എന്നെ ഇങ്ങോട്ട് അയച്ചു? ഒരു വാക്ക് പോലും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു പൊട്ടനെ പോലെ ഞാൻ ആംഗ്യ ഭാഷകൾ കാണിച്ച് എത്ര നാളിങ്ങനെ ജീവിക്കും എന്ന് ദൈവത്തിനിൽ ഇരുന്ന് കരയുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് വീണ്ടും വാക്യ ബോർഡുകൾ എന്നെ കാണിക്കുവാനായിട്ടായിരുന്നു. വാക്യബോർഡ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സിലേക്ക് വീണ്ടും ഒരു ഐഡിയ ദൈവം കൊണ്ടുവന്നിട്ട് തന്ന് പിറ്റേ ദിവസം ഒരു സഹോദരനെ കണ്ടുപിടിച്ച് മലയാളം ബൈബിളും ഹിന്ദി ബൈബിളും ഒക്കെ വെച്ചിട്ട് യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു എന്നൊക്കെ ഹിന്ദിയിൽ എഴുതിയിട്ട് 2 കാർഡ്ബോർഡിൽ എഴുതി അവരെ കൊണ്ട് ഹിന്ദിയിൽ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നൊക്കെ. എന്നാൽ ഈ സാധനം കെട്ടിത്തൂക്കാനായിട്ട് 2 കഷ്ണം കയറ് വേണം. കയറിന്റെ പേരറിയത്തില്ല. റെസി എന്നുള്ള ഒരു പേര് പോലും എനിക്കറിയത്തില്ല. പല കടകളിലും ചെന്ന് ഇഷ്ടംപോലെ ആക്ഷനൊക്കെ കാണിച്ചു. ആരും ഒരു കഷ്ണം കയറ് തന്നില്ല. പല കടയുടെ അകത്തിയെന്ന് തൊട്ട് കാണിച്ചു. എന്നിട്ട് പോലും ആരും ഒറ്റയെ മുറിച്ച് തന്നില്ല. കാര്യം അവർക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ കാണിക്കുന്നത്. അവസാനം ഒരു കടക്കാരന് മനസ്സിലായി ഇവൻ ചോദിക്കുന്ന അത് ഇച്ചിരി മുറിച്ചു കൊടുക്കാനായിട്ടാണ്. അദ്ദേഹം ഒരു കഷ്ണം മുറിച്ച് തന്നപ്പോൾ ഞാൻ പറഞ്ഞു 1 കഷ്ണം കൂടെ വേണം. അദ്ദേഹം അത് മുറിച്ചു തന്ന് അദ്ദേഹം ചോദിച്ച അത്രയും പണവും കൊടുത്തിട്ട് ഞാൻ തിരിച്ചു റൂമിൽ വന്നിട്ട് ആ 2 ബോർഡ് ഞാൻ കയറുകൊണ്ട് കെട്ടി. അതിനുശേഷം പ്രാർത്ഥിച്ചിട്ട് എന്റെ സഞ്ചി നിറയെ ട്രാക്റ്റ് എടുത്തിട്ട് അത് ആ 2 ബോർഡും എന്റെ കഴുത്തിലെ കെട്ടി തൂക്കിയിട്ടു. എന്നിട്ട് പിന്നെ നടക്കാനായിട്ട് തുടങ്ങി. ട്രാക്റ്റ് കൊടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇതെന്താണ്? അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. കൈകൊണ്ട് കാണിക്കും, തിരിഞ്ഞു നിൽക്കും, വീണ്ടും കാണിക്കും. അപ്പൊ ഇവരിത് വായിക്കും. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. ഇത് പറഞ്ഞു കഴിയുമ്പോ അവർക്ക് മനസ്സിലാവുന്നു, ഓ ഇതെന്തോ ഈസാ മസി വാലായ. പക്ഷെ ഈസാ മസി വാല എന്നൊക്കെ അവര് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവര് പറയുന്ന ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എന്തൊക്കെയായാലും അവർക്ക് എന്തോ കാര്യം പിടികിട്ടിട്ടുണ്ട്. എന്നാ പിടിച്ച് ഒരു ട്രാക്റ്റും കൊടുത്തിട്ട് ഞാന് മുൻപോട്ട് നടന്നു നീങ്ങുവാനായിട്ടില്ല. ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ പല സ്ഥലത്തും ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേക്കും ഇവരെന്നെ ഇങ്ങനെ തൊഴുത് കാണിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നോർത്ത് ഇന്ത്യക്കാരെല്ലാരെയും കാണുമ്പോൾ ഇങ്ങനെ തൊഴുത് കാണിക്കുമല്ലോ, ഇനി അവരുടെ ആചാര രീതി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാനും ഇങ്ങനെ കൈകൂപ്പി കാണിച്ചിട്ട് ഞാനും അങ്ങ് നടന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്നെ തൊഴുത് കാണിക്കുകയില്ല, ഇവർക്ക് എന്തോ ഇത് ദൈവത്തിന്റെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാനായിട്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു, കർത്താവേ ഞാനെങ്ങനെ പ്രാർത്ഥിക്കും? എനിക്ക് ഹിന്ദി അറിയില്ല, അവരുടെ രോഗവിവരം അറിയില്ല, അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചാലും പറഞ്ഞാലും ഒന്നും അവർക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ? ഏതായാലും ദൈവത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. ഏതായാലും 2 കൽപ്പിച്ച് ആ മലയാളത്തിൽ തന്നെ പ്രാർത്ഥിക്കാനങ്ങ് തീരുമാനിച്ചു. ഞാൻ അവിടെ ചെന്നിട്ട് അവര് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുടെ തലയെ കൈവച്ച് അവര് കണ്ണും തുറന്ന് വായും പൊളിച്ചൊക്കെ നിൽക്കട്ടെ. ഞാൻ പറയുന്നു അവർക്കൊന്നും പിടികിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കൊന്നും അറിയത്തില്ല, ഇവരുടെ രോഗം എന്താണ്, ഇവരുടെ പ്രശ്നം എന്താണ്, ഇവരുടെ വിഷയം എന്താണെന്നൊന്നും അറിയില്ല. നീ എല്ലാം അറിയുന്നു, എന്റെ പ്രാർത്ഥന നീ കേട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ ഇവർക്ക് ചെയ്തു കൊടുത്തേക്കണം. എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്തു കൊടുത്തിട്ടാ മതി. എനിക്കൊന്നും അറിയത്തില്ല എന്താണ് ഇവരുടെ ആവശ്യം, എന്തായ പ്രശ്നമെന്ന് പറഞ്ഞ് തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോഴത്തേക്കും രോഗികൾ സൗഖ്യമാക്കുവാനായിട്ട് തുടങ്ങി, ഭൂതങ്ങൾ അലറി ഓടുവാനായിട്ട് തുടങ്ങി, ദൈവത്തിന്റെ നാമം ശക്തിയോടുകൂടെ മഹത്വം എടുക്കുവാനായിട്ട് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും കുറെ നാടകങ്ങളൊക്കെ ഞാൻ ആരംഭിച്ച് 2 കഷ്ണം ബാക്കിയൊക്കെ ഒഴിച്ച് ക്രൂശ് പോലെയൊക്കെ ഉണ്ടാക്കി കാണിച്ചേ, ഒരു യേശുവിന്റെ പടമൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാണ് യേശു എന്നൊക്കെ ചൂണ്ടി കാണിച്ചൊക്കെ കുറെ ആക്ഷനിലൂടെയൊക്കെ ആദ്യം സുവിശേഷം അവരോട് പറയുവാനായിട്ട് തുടങ്ങി. അതിനുശേഷം ദൈവം ആ ഭാഷ എന്റെ നാവിന്മേൽ തന്നു. ഞാൻ ആ ഭാഷയിൽ പാടുവാനും ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ സംസാരിക്കുവാനും തുടങ്ങി.
നിരവധി ഗ്രാമങ്ങളിലേക്ക് കടന്നുപോയി യേശുവിന്റെ വചനം ശക്തിയോടുകൂടെ സംസാരിച്ചു. അനേകരെ മാനസാന്തരപ്പെടുന്ന, കണ്ണുനീരോടുകൂടെ മാനസാന്തരപ്പെടുന്ന കാണുവാനായിത്തീർന്നു. അതിനുവേണ്ടി നിരവധി കഷ്ടതകൾ ഞാൻ സഹിക്കേണ്ടതായിട്ട് വന്നു. കിലോമീറ്ററുകളോളം വനാന്തരങ്ങളിലൂടെ നടന്ന് പലപ്പോഴും നഗ്നരായ ആദിവാസികളുടെ മധ്യത്തിലേക്കാണ് ഞാൻ ഇറങ്ങിച്ചെന്നത്. പലപ്പോഴും അതിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു ഹൃദയ നടുക്കത്തോടു കൂടിയായിരുന്നു ഞാൻ പലപ്പോഴും ഉള്ളിലേക്ക് കയറിച്ചത്. കാരണം ആ ആദിവാസി വനത്തിൻ്റെതായ ആ അരികിലെത്തുമ്പോൾ തന്നെ മരത്തിന്റെ മുകളിൽ നിന്ന് സൗണ്ട് കേൾക്കാം. ഊയോ ഹിയോ ഹായ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള സൗണ്ട് കേട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും വിഷം പുരട്ടി അമ്പുകളുമായി നഗ്നരായ ഒരു കൂട്ടം ആദിവാസികൾ എന്റെ ചുറ്റും നടന്നിരിക്കും. അവരെന്നെയും ഒക്കെ ഈ ഗ്രാമത്തലവന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയിട്ട് അന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ബലി വസ്തു ഞാനാണ്. എന്നാൽ ദൈവം ആ രംഗങ്ങളിലൊക്കെയും അത്ഭുതകരമായി എന്നെ വിടുവിക്കുവാനായിട്ടായിത്തീർന്നു. ഒരിക്കൽ പോലും യേശുവിനെ പറ്റി കേട്ടില്ലാത്ത നിരവധി ഗ്രാമങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി ആദ്യമായിട്ട് യേശുവിന്റെ സന്ദേശം ആ ഗ്രാമത്തിൽ വിളിച്ചു പറയുവാൻ ദൈവം എന്റെ കരങ്ങളിൽ ഉപയോഗിച്ചു. ബീഹാറിന്റെ ഒട്ടുമുക്കാലും ജില്ലകളിലേക്കും ദൈവം എന്നെ അയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഇതിന്റെ ഒക്കെയും മധ്യത്തിൽ നിരവധി പ്രാവശ്യം ഞാൻ തല്ലു, നിരവധി പ്രാവശ്യം പട്ടിണി കിടന്നു, ആഹാരമില്ലാതെ വെള്ളമില്ലാതെ മരത്തിന് മുകളിലൊക്കെ രാത്രി കഴിച്ചുകൂട്ടി, മരച്ചോട്ടുകളിൽ കിടന്നുറങ്ങി, പച്ചലകൾ കഴിച്ച് ആദിവാസികളുടെ ഭക്ഷണം കഴിച്ച് അവരോട് കൂടെ കിടന്നുറങ്ങിയാണ് ഞാൻ ജീവിച്ചത്. ആ സമയത്തൊക്കെയും ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനം കരം എന്റെ ജീവിതത്തിൽ എനിക്ക് രുചിച്ചറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. 2 പ്രാവശ്യം എന്റെ തലയ്ക്ക് അവർ തോക്കുകൊണ്ടെന്ന് വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലുവാനായിട്ട്, എന്നെ തല്ലിക്കൊല്ലുവാനായിട്ട് ഞാൻ തീരെ അവസ്ഥനായി കഴിഞ്ഞപ്പോഴേക്കും ആരെങ്കിലുമൊക്കെ ദൈവം അയച്ച് ദൈവം എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തൊക്കെ ദൈവത്തിന്റെ വലിയ പരിപാലനം എനിക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിരവധി കാര്യങ്ങൾ, ബീഹാറിലെ അനുഭവങ്ങൾ തന്നെ എനിക്ക് വിവരിക്കുവാനുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം ലോഹർദയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുൻപ് ബീഹാറിലെ നക്സലൈറ്റ് ജില്ലയായ ലോഹർദയിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മനുഷ്യൻ പോലും പുറത്തേക്ക് ഇറങ്ങാതെ വാതിലുകൾ അടച്ചിങ്ങനെ ഒരാഴ്ചയോളമായി ഭക്ഷണമില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ആ സമയത്ത് പട്ടാളം റോന്തി ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്, കർഫ്യൂ ആണ്. അവിടുത്തെ നക്സൽ ബാരികളെ കുടത്തിലെ സ്ത്രീകളൊക്കെയും ബോംബുകൾ കൊണ്ടുപോയി ഇട്ട് പല ഗ്രാമങ്ങളിലും പലരെയും വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെയധികം രൂക്ഷമായ ഒരു അന്തരീക്ഷമായതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ആരെ കണ്ടാലും പട്ടാളം വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആ ടൗണ് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അതിന്റെ മധ്യത്തില് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കൊടും തണുപ്പ്, തറയിലെ വൈക്കോലിട്ടിട്ട് ആ വൈക്കോല് കിടന്നിട്ട് അത് തന്നെ പുതയ്ക്കാനും എടുക്കും. കാര്യം കമ്പിളിയില്ല. ചില ചാക്കുകളൊക്കെ എടുത്ത് ചാക്കൊക്കെ വെച്ച് പൊതിഞ്ഞാണ് രാത്രി കിടന്നുറങ്ങുന്ന. കാര്യം ഞങ്ങൾ കിടക്കുന്നതായ വീടിന് വാതിലുകളും ജനങ്ങളും ഒന്നും കാര്യമായിട്ടില്ല. കൊടും തണുപ്പിന് തണുത്ത കാറ്റ് അടിച്ചു കയറിയിട്ട് ഞങ്ങൾക്ക് ഇരിക്കുവാനും കിടക്കുവാനും പറ്റാത്തൊരവസ്ഥയിൽ. കാര്യം തീ കായാൻ ഒരു വിറക് കൊള്ളി പോലും ഞങ്ങളുടെ കയ്യിലില്ല. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 4 സഹോദരന്മാർ അന്നുണ്ടായിരുന്നു. ഒരാള് ബോധം കെട്ട് വീഴുവാനായിട്ടില്ലായിരുന്നു. ഭക്ഷണമില്ല, വെള്ളമില്ല. ഞാൻ അവനെ താങ്ങിയെടുത്ത് അല്പം വെയില മുറ്റത്ത് വന്ന് അതിന്റെ ചുവട്ടിലേക്ക് കിടത്തിയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, സഹോദരനെ മുറ്റത്ത് നിൽക്കുന്ന ഈ മനസ്സിൽ ഒരു ചെറിയ ഉണക്ക കമ്പുണ്ട്, നീ അതൊന്ന് പിടിച്ചൊടിക്കുക, നമുക്ക് ഇച്ചിരി വെള്ളമെങ്കിലും ചൂടാക്കി ഒന്ന് കുടിക്കാം, ഈ സഹോദരൻ ഒന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ ഉണക്കക്കമ്പേറ്റ് ആടി പിടിക്കാനായിട്ട് ആടി അവൻ അതുമായിട്ട് താഴെ വീണ് അവന്റെ തലയെല്ലാം പൊട്ടി ചോര ഒഴിക്കുന്നു. അവൻ ഞാനിപ്പോ ചാകുമെന്ന് പറഞ്ഞ് നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. ഇതിന്റെ മധ്യത്തിൽ ഞാൻ നിലവിളിച്ചു, കർത്താവേ നീ എന്തിന് ഈ അവസ്ഥയിൽ ഞങ്ങളെ ആക്കി തീർത്തു? ഇനി ഇവരുടെ ഡെഡ് ബോഡി ചുമ്മിക്കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകണമെന്ന് ചോദിച്ച് ഞാൻ നിലവിളിച്ചു. ഒരു ഹോസ്പിറ്റലില്ല, എങ്ങോട്ട് കൊണ്ടു ഒരു മനുഷ്യൻ സഹായത്തിനില്ല. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പറഞ്ഞു. കർത്താവേ അല്പം ഭക്ഷണം, അല്പം ഭക്ഷണം, അല്പം ഭക്ഷണം ഞങ്ങൾക്ക് തരണമേ തരണമേ എന്ന് പറഞ്ഞ് കരയുവാനായിട്ട് ഇടയായിത്തീർന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു മനുഷ്യൻ പോലും കടന്നു വരുന്നതായ വഴിയിൽ കൂടെ 2 വല്യമ്മമാരെ സഞ്ചിയും തൂക്കി പിടിച്ചു വരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളില് അല്പം ഒരു ഭീതി ഉണ്ടായിരുന്നു. കർത്താവ് ഇനി ആ സഞ്ചിക്കകത്ത് ബോംബായിരിക്കുക, ഇനി അത് ഇവിടെ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ച് നമ്മളെ ഇപ്പൊ ഉള്ളത് കൂടെ ഇല്ലാതെ എല്ലാം കൂടി തീരാൻ പോണേണ്. ഇനി അവര് നമ്മളെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഞ്ചിയിലെ വല്യമ്മമാര് ബോംബും കൊണ്ട് വരുന്നുണ്ട്. കാര്യം ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങാത്ത ഈ സമയത്ത് 2 പേര് സഞ്ചി തൂക്കി പിടി ധൈര്യമായിട്ട് ഞങ്ങളുടെ നേരെ നടന്നു. അവര് നടന്നെടുത്ത് ഞങ്ങള് താമസിക്കുന്ന മുറി ഞങ്ങളെപ്പോഴേക്കും എല്ലാവരും ഉള്ളിലേക്ക് കയറി പെട്ടെന്ന് വലിഞ്ഞു. അവരകത്ത് കയറി വന്നിട്ട് സഞ്ചി തന്നു. മേടിക്കാൻ അല്പം ഭയപ്പെട്ടുവെങ്കിലും സ്തോത്രം പറഞ്ഞ് ആ സഞ്ചി മേടിച്ചു. ആ സഞ്ചി വാങ്ങിച്ചിട്ട് ഞാനൊരു സഞ്ചി തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ അകത്ത് 3-4 ഉരുളക്കിഴങ്ങും 2-3 സവാളയും ഒരു ചൊരക്കയും കിടക്കുന്നു.
അടുത്ത സഞ്ചി തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് അരിയും ഒരു 10 രൂപ നോട്ടും. 10 രൂപയൊക്കെ കണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞെന്ന്. ഒരു 10 രൂപ നോട്ടും കുറച്ചരിയും ആ സഞ്ചിക്കകത്ത്. ഒന്നും അവര് പറഞ്ഞു. അപ്പൊ സഞ്ചി പെട്ടെന്ന് കാലിയാക്കി തായെന്ന് പറഞ്ഞു. ആ സഞ്ചി കാലിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഒരക്ഷരം പോലും മിണ്ടാതെ പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ട് വിചാരിച്ചിരുന്നു. ഞങ്ങൾക്കൊന്നും പിടികിട്ടില്ല എന്താ സംഭവിച്ചെന്നൊന്നും. എന്നാലും ഭക്ഷണം കിട്ടിയപ്പോ ഞാൻ സഹോദരന്മാരോട് പറഞ്ഞു, ഭക്ഷണം കിട്ടി, പക്ഷെ ഇതെങ്ങനെ ഉണ്ടാക്കും? മണ്ണെണ്ണയില്ല, വിറകില്ല. ഇതിങ്ങനെ മുമ്പിൽ കണ്ടോണ്ടിരിക്കാന്നല്ലാതെ ഒരു രക്ഷയില്ല. കർത്താവേ ഭക്ഷണം തന്നു, വിറകില്ലാതെ ഇതെന്ത് ചെയ്യും? അപ്പൊ പിന്നെ എനിക്കൊരു സംശയം, ആരും വരാതെ ഈ വല്യമ്മമാര് ദൂതന്മാരായിരുന്നു ഇനി. അപ്പൊ കുറച്ച് അതങ്ങോട്ട് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 2 യൗവനക്കാര് ഇതാ 2 കെട്ട് വിറക് സൈക്കിളിൽ വെച്ച് ചവിട്ടി ഞങ്ങളുടെ നേരെ വരുന്നു. ഞാൻ പറഞ്ഞു ഇത് ദൂതന്മാരെ തന്നെയാണ്, ഒരു സംശയമില്ല. അവന്മാരെ പിടിച്ച് നമുക്ക് നിർത്തിയിട്ട് ചോദിക്കണം എവിടുന്നാണ് വന്നത്, എന്താണ് ഇതിന്റെ പേര് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കാര്യമായിട്ട് ചോദിച്ചിട്ട് നമുക്ക് വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തയ്യാറായിരിക്കും. ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മനുഷ്യനല്ല, ഇത് ദൈവം തന്നെ ഞങ്ങൾക്ക് അയച്ചു എന്നാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവന്മാരെ പിടിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കണേ. അവന്മാര് സൈക്കിളും കൊണ്ട് സ്പീഡിൽ വന്നിട്ട് ആ വീടിന്റെ വാതിക്കലോട്ട് പറഞ്ഞു, ഇവരിന് ഇറങ്ങിപ്പോയ വല്യമ്മമാരുണ്ടല്ലോ അവര് തന്നുവിട്ടതാണ് ഈ 2 കെട്ട് വിറക്, ഇന്നാ കിടക്കുന്നു എന്ന് പറഞ്ഞ് സൈക്കിളും കൊണ്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടു. പിന്നെ അവന്മാരെ കണ്ടുമില്ല. ഒന്നും ചോദിക്കാനോ പറയാനോ മിണ്ടാനോ പോലുള്ള ഒരു അവസരം കിട്ടിയത് ഞങ്ങൾക്ക് മനസ്സിലായി. ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ മനസ്സിലാക്കി അവർക്ക് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കാൻ ദൈവം ഇന്നും കരുതുന്ന ദൈവമാണെന്ന് എന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാനായി ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ദൈവം എന്നെ അയച്ചത് പഞ്ചാബിലേക്കാണ്. അവിടുന്ന് വീണ്ടും ഹിമാചൽ പ്രദേശിലേക്ക് പോയി ഞാനും ഒരു സഹോദരനും കൂടെ ആദ്യമായിട്ട് ആ പർവ്വതത്തിലെ പ്രവർത്തനം തുടങ്ങുവാനായിട്ട് പോവുകയാണ്. അത് പോയതായി എല്ലാരും പറഞ്ഞു, എടാ വെറുതെ എന്തിനാണ് ചാകാൻ പോകുന്നത്, അവിടെ തല്ലുകൊണ്ട് ചാകാൻ പോണേന്, നിനക്കൊക്കെ വേറെ പണിയില്ലേ? പലരും പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നതാണ്. ഒറ്റ ക്രിസ്ത്യാനികൾ പോലും ഇല്ലായാത്രായ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ ഒരിക്കലും പോരെന്ന് പറഞ്ഞ നിരാശയോടുകൂടെ പലരും ഞങ്ങളെ പിന്മാറ്റുവാനായിട്ട് നോക്കിയെങ്കിലും ദൈവം തന്ന ആലോചനക്കനുസരിച്ച് ആ പർവ്വതം കയറാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. പഞ്ചാബിൽ നിന്ന് ബസ് കയറി ഒരു സ്റ്റൗവും ഒരു കലമൊക്കെ ഉണ്ട്, അതുമെല്ലാം പെറുക്കി കെട്ടി പോയി. അവിടെ ബസ് ഇറങ്ങി പലയിടത്തും മുട്ടി. ഒരു മനുഷ്യൻ പോലും ഞങ്ങൾക്ക് താമസിക്കുവാനായിട്ട് ഒരു വീട് തന്നില്ല. ജീവിതത്തിൽ വളരെയധികം നിരാശയോടുകൂടെ ഞങ്ങളായിരുന്നു. കർത്താവേ എന്തിന് ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നു, നീയാണല്ലോ ഈ പ്രദേശത്തെ അയച്ചത്, ഒറ്റ ക്രിസ്ത്യാനി പോലും ഇല്ല ഇവിടെ. ആരും ഞങ്ങൾക്കൊരു വീട് തരും. അന്ന് എന്റെ കൂടെ ഉള്ളത് കോട്ടയംകാരനായ വെറും 19 വയസ്സ് മാത്രമുള്ള ഒരു സഹോദരനാണ്. ഞങ്ങൾ 2 പേരും കൂടെ പോയേക്കുന്നത്, ചേട്ടനെ അനിയനെയും പോലെ. 2 സുവിശേഷകന്മാര്, കൊച്ചു സുവിശേഷകന്മാര് ഹിമാലയത്തിലെ പർവ്വതത്തിലേക്ക് പോയിരിക്കുകയാണ്. അന്ന് വീടുകൾ അന്വേഷിച്ച് കിട്ടാതെ ഒരു കടത്തിണ്ണയിൽ അന്ന് അന്തി ഉറങ്ങുവാനുള്ള തീരുമാനത്തോടുകൂടെ തിരിച്ച് കടന്നു വന്ന ഒരു കടത്തിണ്ണയിൽ ഇരിക്കുമ്പോഴാണ് ഒരു പട്ടാളക്കാരൻ അതുവഴി കടന്നു വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ ഈ ദേശക്കാരല്ലേ എന്നൊക്കെ ചോദിച്ചാല് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേരം വെളുപ്പിക്കുവാനായിട്ട് സാധ്യമല്ല, എവിടെയെങ്കിലും പോയി കിടക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കും. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അന്വേഷിച്ചു എല്ലായിടത്തും, ആരും ഞങ്ങൾക്ക് കിടക്കുവാനൊരു സ്ഥലം തന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ നാളെ രാവിലെ നിങ്ങളുടെ 2ന്റെയും ഡെഡ് ബോഡി ഞാൻ വലിച്ച് മാറ്റേണ്ടിയായിട്ട് വരും. കാര്യം -ഡിഗ്രി തണുപ്പാണ്, കമ്പിളിയില്ല, സെറ്ററില്ല കയ്യില്. ഇരുന്ന് വറക്കുവാൻ തുടങ്ങി ആ സമയത്ത് തന്നെ അദ്ദേഹം ഞങ്ങളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ കൊണ്ടുപോയി കുറെ തീയൊക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ റൊട്ടിയൊക്കെ തന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങിക്കോ, നാളെ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോളൂ എന്ന് പറഞ്ഞ് നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് സഞ്ചിയും തൂക്കി പിന്നെ അന്വേഷണമായി. അങ്ങനെ നടന്നു ചെന്നപ്പോ ഒരു കൃഷിക്കാരൻ പറഞ്ഞു, നിനക്ക് താമസിക്കാനായിട്ട് വീട് മതിയല്ലോ, തരാം, എനിക്ക് 200 രൂപ തരാമോ? ഞങ്ങൾ പറഞ്ഞു, അപ്പൊ ഏകദേശം 500 രൂപയോളം പോക്കറ്റ് വീട്. ഞങ്ങൾ പറഞ്ഞു 200 രൂപ തരാം, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് താമസിക്കാൻ എന്തെങ്കിലും ഒരു സ്ഥലം തന്നേച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞു, എന്റെ ഉരുളക്കിഴങ്ങ് ഗോഡൌണില് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. ഞങ്ങൾ പറഞ്ഞു, ഉരുളക്കിഴങ്ങ് ഗോഡൌണെങ്കിൽ ഗോഡൌൺ, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, നമ്മുടെ സാധനം വെച്ച് ആ തണുപ്പടിക്കാതെ ഒന്ന് അകത്ത് കയറി ഇരിക്കണം, അതിനുള്ള ഒരു സ്ഥലം മതി. ഗോഡൌണെങ്കിൽ ഗോഡൌൺ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്ന് അദ്ദേഹം ചെന്നപ്പോ മണ്ണ് തേച്ച ഒരു വീട്, ആ വീടിന്റെ അടിയില് മണ്ണ് തേച്ച ഒരു കൊച്ചുമുറി. അദ്ദേഹം തുറന്നു കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതിന്റെ പുറത്താണോ ഞങ്ങൾ കിടക്കണ്ടേ? എന്താ പറഞ്ഞില്ല, വിഷമിക്കണ്ട, ഒരു ചാക്കെടുത്തോണ്ടോ അദ്ദേഹം അതെല്ലാം വാരി നിറച്ചിട്ട് നമ്മുടെ മൂലക്കോട് നീക്കി വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലം. അതിന് അല്പം വെള്ളം കുടിക്കാൻ വേണം. അതിവിടെ ഇല്ല, 1.5 കിലോമീറ്റർ ഈ മല ഇറങ്ങി താഴ്വാരത്ത് പോയി കഴിഞ്ഞാൽ ഐശ്വര്യക്ക് വരുന്ന ഉറവയുണ്ട്, അതാണ് കുടിക്കാനുള്ള വെള്ളം. ടോയ്ലറ്റ് ഇല്ല, ബാത്റൂം ഇല്ല, ഒരു സാധനമില്ല ഇവിടെ. കർത്താവ് ഏതായാലും കിട്ടിയ ഗോഡൌണെങ്കിൽ ഗോഡൌൺ, അതിന്റെ അകത്ത് കിടന്നുറങ്ങാൻ തന്നെ തീരുമാനിച്ചു. വെള്ളം എടുക്കാൻ പോയിട്ട് പാത്രം കലവും കൊണ്ട് ഇറങ്ങി. പക്ഷെ എനിക്ക് നടക്കാനായിട്ട് പറ്റുന്നില്ല, കാര്യം ഉരുളപ്പാറക്കല്ല് എന്ന് പറഞ്ഞാൽ ആ കുത്തിറക്കത്തില് എന്റെ കാല് സ്ലിപ്പാണ്. കാര്യം മല കയറിയൊന്നും എനിക്ക് യാതൊരു പരിചയമില്ല. കൊച്ചി കിടന്ന് വളർന്ന് എനിക്ക് മല കയറ്റമെന്നല്ലോ അറിയാമോ.
ഏതായാലും ഒരു കണക്കിന് തത്തിപ്പിടിച്ച് കയറി അരക്കലം വെള്ളമായിട്ട് മേളിൽ കയറി വന്നു ഞാൻ. വന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് അരി ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നായിരുന്നു, ഞങ്ങളുടെ ബാഗിലുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ അരിയൊക്കെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. രാത്രിയിലൊക്കെ കിടന്നുറങ്ങുവാൻ കഴിഞ്ഞില്ല. അടിയിൽ നിന്ന് തണുപ്പ് കയറി വന്ന് ഉള്ളതായി ദെറി തിരിച്ചിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ബാഗിൽ നിന്ന് ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിട്ട് അതിന്റെ മുകളിൽ കുത്തിയിരിക്കാൻ തുടങ്ങി. കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാറ്റയും പല്ലിയും കുറെ ക്ഷുദ്രജീവികളൊക്കെ ഇതിലെ കൂടെ മേത്തൂടൊക്കെ ഓടാൻ തുടങ്ങി. പിന്നെ ചൊറിച്ചിൽ ആരംഭിച്ചു. നേരം വെളുത്തപ്പോഴേക്കും മേലെല്ലാം ചൊറിഞ്ഞ് തടിച്ച് ഞങ്ങൾക്ക് ഒരു വിധത്തിലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നാണോ? ദൈവത്തിന്റെ ആലോചന ഇല്ലടാ, നിങ്ങൾക്ക് ചില ശുശ്രൂഷകൾ ഇവിടെ ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെ ചെയ്യും? കിടന്നിട്ട് വേണ്ട ശുശ്രൂഷ ചെയ്യാനായിട്ട്. ഒന്ന് കിടന്ന ആശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്? അന്നും ദൈവ ആലോചനയുടെ കടയിൽ പോയി 2 അരിച്ചാക്ക് മേടിച്ചോണ്ട് വരാം. നല്ല ആലോചനയാണ് അന്ന് ദൈവം തന്നത്. നേരെ പോയി ഇറങ്ങിച്ചെന്ന് ഒരു പലചരക്കട ചെന്ന് എന്റെ നീളത്തിനൊപ്പിച്ച് 2 പഞ്ചസാര ചാക്ക് മേടിച്ചു. നീളത്തിൽ കീറി കുറെ ബേർക്കൂടൊക്കെ സംഘടിപ്പിച്ച് അത് നന്നായിട്ട് എടുത്തിട്ട് തണുപ്പടിക്കാതെ ഒരു മെത്ത പോലൊക്കെ ഉണ്ടാക്കിയിട്ട് കിടക്കാൻ 6 മാസം ഞാൻ ആ ചാക്കിലാണ് കിടന്നുറങ്ങിയത്. തറയില് ഐസ് മൂടി കിടക്കുന്ന പർവ്വതത്തിന്റെ താഴ്വാരത്താണ് നീ കിടന്നത്. തറയിൽ 6 മാസം ഞാൻ ആ ചാക്കിൽ കിടന്നുറങ്ങുവാനായിട്ട് അയച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടി അവർ പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിച്ചു. നടന്ന് ഞങ്ങളുടെ 2 കാലുകളും നീര് വെച്ചു. 2 തോൾ സഞ്ചിയിട്ടിട്ട് 2 തോളുകളും നീര് വെച്ചു. നടക്കുവാനാവുന്നില്ല. പലപ്പോഴും കള്ളുകുടിയന്മാരെ പോലും കഷ്ടമായില്ല. 2 കൈ കൊണ്ടുമൊക്കെ കാല് പിടിച്ച് പൊക്കി വെച്ചാണ് കുറച്ച് നടക്കും കുത്തിയിരിക്കും. കഴിക്കാൻ ആഹാരമില്ല. ആ തോട്ടിലെ ഉറവെ പോയി വെള്ളം കുടിക്കും, പ്രാർത്ഥിക്കും, വിശപ്പടക്കും. ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. ആദ്യമായിട്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന പലരെയും ആ ഗ്രാമക്കാർ കൊല്ലുവാനായിട്ട് ഓടിച്ചിട്ട് ആ ദേശത്ത് നിന്ന് പറഞ്ഞിടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു 10ാം ക്ലാസ്സുകാരൻ പയ്യനെയാണെങ്കിൽ ഇഷ്ടം പോലെ ഉപദ്രവിച്ചു. ഞങ്ങൾ ആദ്യം കൊടുത്ത ന്യൂ ടെസ്റ്റ്മെന്റ് അവന്റെ മാതാപിതാക്കൾ തീയരിച്ചു കളഞ്ഞു. 2ാമത് കൊടുത്ത ന്യൂ ടെസ്റ്റ്മെന്റ് തീയരിച്ചു. 3ാമത്തെ ന്യൂ ടെസ്റ്റ്മെന്റ് അവൻ തീയരിച്ച് കളഞ്ഞിട്ട് അവനെ ആട് മേയിക്കാനായിട്ട് പർവ്വതത്തിലേക്ക് പറഞ്ഞയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിന്റെ നാമം 4 മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ചിലര് കർത്താവിനെ സ്വീകരിച്ചു മുൻപോട്ട് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അവരെ മുൻപോട്ട് കടന്നു വന്നപ്പോൾ അവരെ ഒന്ന് സ്നാനപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ വളരെയധികം പാടുപെട്ടു. കാര്യം സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ തല്ലു കിട്ടും. കാര്യം ഞങ്ങളുടെ തലയും കാലും ഒക്കെ വെട്ടിയെടുക്കാനായിട്ടാണ് അവര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സഹോദരന്മാരെയൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പൂജ നടത്താനെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പരിപാടി ചെയ്യാം എന്ന് പറഞ്ഞ് ഇവരെയും കൊണ്ട് ഉറവയുടെ അടുത്ത് പോയിട്ട് കല്ലൊക്കെ എടുത്ത് തടുത്ത് കൂട്ടിയിട്ട് വെള്ളമില്ല മുക്കാനായിട്ട്. മുട്ടറ്റം വെള്ളം ഒരു കണക്കിന് ഒപ്പിച്ചെടുത്ത് കുറെ കല്ലൊക്കെ വെച്ച് തടയൊക്കെ വെച്ച് ഞാൻ ചോദിച്ചു, സഹോദര മുക്കി വേണ്ട സ്നാനപ്പെടുത്താൻ? അതേ, മുക്കി വേണം സാർ. എന്ത് ചെയ്യും? വെള്ളമില്ലല്ലോ. ഞാൻ പറഞ്ഞു, എല്ലാം ദൈവം അറിയുന്നത്. നമ്മൾ മുക്കി വേണമെങ്കിൽ മുക്കി എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്നാനപ്പെടുത്താം. ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് മുങ്ങണ്ടേ? കുറെ വെള്ളമൊക്കെ കോരി അവന്റെ തലവഴിയൊക്കെ ഒഴിച്ച് ആദ്യത്തെ സ്നാനമൊക്കെ അങ്ങനെ നടത്തിയത്. കാര്യം വേറെ നിവർത്തിയില്ലായിരുന്നു. അന്ന് ആ തണുത്ത ഐശ്വര്യക്ക് വരുന്ന വെള്ളത്തിൽ അവനെ സ്നാനപ്പെടുത്തുവാനായിട്ട് 4 പേര് അന്ന് സ്നാനപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം ദൈവം ശക്തിയോടുകൂടി അവിടെ ഉപയോഗിച്ചു. വീണ്ടും എന്റെ ശരീരം കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫ്രീസറിൽ വെച്ച മീൻ പോലെ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഞാൻ ആയിത്തീർന്നു. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഞരമ്പുകൾ പൊട്ടി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് മരിക്കും ആ അവസ്ഥയിലേക്ക്. എന്റെ നാക്കനങ്ങുന്നില്ല, ശരീരം അനങ്ങുന്നില്ല. എന്റെ കൊച്ചു സഹോദരൻ എന്റെ അടുത്ത് നിന്ന് മുട്ടിൽ കരയുവാനായിട്ട് ആരംഭിച്ചു. കർത്താവേ, സജി എടുക്കരുത്, ഞാൻ ഒറ്റയ്ക്കായി പോകും. ഞങ്ങളെ 2 പേരെയും കൂടെ അല്ല നീ ഇങ്ങോട്ട് അയച്ചത്. എന്നെ വേണമെങ്കിൽ നീ എടുത്തോ, ഈ സഹോദരന്റെ ജീവൻ എനിക്ക് തിരിച്ചതാ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാനായിട്ട് ആ സഹോദരന്റെ അയച്ചിരുന്നു. ആ സഹോദരൻ നിലവിളി സ്വർഗത്തിലെത്തിയും വൈകുന്നേരമായപ്പോൾ കേട്ടു. അന്ന് ഞാൻ വലിയ പ്രതീക്ഷയുടെ കർത്താവേ, എന്റെ മിനിസ്ട്രിയും ശുശ്രൂഷയെല്ലാം അവസാനിച്ചു, സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ വലിയ തയ്യാറെടുപ്പൊക്കെ നടത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. കാര്യം ചാകാൻ പോണേണ്. കാര്യം ജീവിതത്തിലെ അവസാന നിമിഷങ്ങളായിരുന്നു ആ സമയത്ത്. എന്നാൽ ദൈവം എനിക്ക് വീണ്ടും എന്റെ ജീവിതത്തെ തിരിച്ചു തന്നു. എന്റെ ജീവനെ ദൈവം തന്നു. എന്നാൽ എന്റെ സഹോദരന്റെ ജീവനെ ദൈവം എടുത്തു. ഇന്ന് കോട്ടയംകാരനായ ആ സഹോദരൻ നമ്മോടൊപ്പം ഇല്ല. ധീരനായ ഒരു മിഷണറി നമുക്ക് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്നെ വീണ്ടും അവിടെ ഉപയോഗിക്കാനായിട്ട് അയച്ചിരുന്നു. പല സ്ഥലങ്ങളിൽ അനേക രോഗികൾ സൗഖ്യമാകുവാനും ഭൂതങ്ങൾ അലറിയോടുവാനും ദൈവത്തിന്റെ പ്രവൃത്തി ശക്തിയോടുകൂടെ പല ഗ്രാമങ്ങളിലും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇങ്ങനെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞു പോയ നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ഞാൻ വീണ്ടും മറ്റു പല സ്റ്റേറ്റുകളുടെ അനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഓടി ഞാൻ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ദൈവം എന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് അയക്കുവാനായിട്ടായിരുന്നു. ജമ്മു കാശ്മീരിലും പഞ്ചാബിലെയും ഹിമാചലിലെയും MP-യിലേക്ക് വർക്കിന് ശേഷം വീണ്ടും ദൈവം എന്നെ അയച്ചത് നോർത്ത് ഈസ്റ്റിലേക്കാണ്. ആസാമും നാഗാലാൻഡും അരുണാചൽ പ്രദേശിലേക്കൊക്കെയാണ്. അവിടെയൊക്കെയും കടന്നു ചെന്നപ്പോൾ ഇവിടുന്ന് പലപ്പോഴും എന്റെ യാത്രകളൊക്കെ ബഹുരസമാണ്. നാട്ടിൽ കടന്നു വന്നിട്ട്
പലപ്പോഴും റിസർവേഷൻ ഒന്നും കിട്ടൂല. കിട്ടുന്ന ലോക്കൽ ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് 3 ദിവസമൊക്കെ ഡൽഹിയിലെ പെട്ടിപ്പുറത്തിരുന്നാണ് യാത്ര ചെയ്യുന്നത്. ആസാമിലൊക്കെ പോകുന്നത് വെറും ന്യൂസ് പേപ്പർ വിരിച്ച് നിലത്ത് കിടന്നാണ് ആസാം വരെയൊക്കെ എത്തിച്ചേരുന്നത്. പലപ്പോഴും ഉപവാസമാണ്, പോക്കറ്റിൽ പണമില്ല. 5 ദിവസത്തെ ട്രെയിൻ യാത്രയില് പച്ചവെള്ളം കുടിച്ചാണ് ആസാമിൽ എത്തിച്ചേർന്നത്. അവിടുന്ന് വീണ്ടും അരുണാചൽ പ്രദേശ് ബോർഡറിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അന്ന് രാത്രി എന്റെ സീറ്റിൽ നിന്ന് ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ മുമ്പിൽ വന്ന് ആ നൈറ്റില് നേരം വെളുത്താലേ അവിടെ എത്തുകയുള്ളൂ. ഒരു നൈറ്റ് ഫുള്ള് ആ ബസ് ഡ്രൈവ് ചെയ്യണം. മലകളിലൂടെയുള്ള യാത്രയിൽ ഞാൻ ആ ഡ്രൈവറുടെ അടുത്ത് വന്ന് അദ്ദേഹം ഉറങ്ങാതിരിക്കാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച് സുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് നേരം വെളുത്ത് അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നേക്ക് ഫ്രഷ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ക്രമീകരിച്ചിട്ട് അദ്ദേഹം എന്നെയും കൊണ്ട് ഒരു ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അദ്ദേഹം മേടിച്ച് തരുവാനായിട്ട് ഇടയാക്കിയിരുന്നു. ഞാൻ പറഞ്ഞ കർത്താവേ, ഇതിനു വേണ്ടിയിട്ടാണല്ലോ എന്നെ ആ സീറ്റിൽ നിന്ന് എഴുന്നേപ്പിച്ച് ഫ്രണ്ടിൽ കൊണ്ട് കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസങ്ങൾ പട്ടിണി കിടന്ന് ഉള്ള യാത്ര. എന്നാലും ആ സമയങ്ങളിലൊക്കെയും ദൈവം എന്നെ ഉപയോഗിക്കാൻ അടിയാക്കുന്നു. അതിനുശേഷം അരുണാചൽ പ്രദേശിലെ കൊട്ടും വനാന്തരത്തിലൂടെയുള്ള നടപ്പ്, ആ നടപ്പില് നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടന്നു വരാത്ത വനങ്ങള് അട്ട കടിച്ചിട്ട് പലപ്പോഴും വലിച്ചു പറിച്ച് കളയും. ചോര വാർന്നൊഴുകയാണ് കാലിൽ നിന്ന്. 1ഉം 2ഉം ഒന്നുമല്ല, 10ഉം 12ഉം അട്ടയൊക്കെയാണ് കാലിൽ വന്ന് പൊതിഞ്ഞു പിടിക്കുന്നത്. കൊടും വനാന്തരത്തിലൂടെ നടന്നു നിന്ന് ഐശ്വര്യക്ക് ഒലിച്ചു വരുന്ന 6ഉം 7ഉം നദികളൊക്കെയാണ് നീന്തി കടക്കുന്നത്. ഓരോ ഗ്രാമത്തിൽ രാത്രിയില് ആദിവാസികളുടേതായ ഏറുമാടത്തിൽ കിടന്നുറങ്ങി അവര് അമ്പെയ്ത് പിടിക്കുന്ന മൃഗങ്ങളെയൊക്കെ ചുട്ടു തിന്ന് പച്ചലയൊക്കെ പുഴുങ്ങി തിന്ന് അവരോടൊപ്പം ജീവിച്ചു. അവരിൽ ഒരുവനെ പോലെ യേശുവിന്റെ നാമം അവിടെ ഉയർത്തി കാണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഇതിന്റെ ഒക്കെയും മധ്യത്തില് ദൈവം എന്റെ ജീവിതത്തിലെ വലിയ വിടുതലുകൾ ചെയ്യുന്ന എനിക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. എത്ര യാത്ര ചെയ്തിട്ടും എത്ര കൊടും തണുപ്പടിച്ചിട്ടും മഴ മുഴുവൻ നനഞ്ഞ് കാട് മുഴുവൻ കയറിയിറങ്ങി നടന്നിട്ടും എന്റെ ജീവിതത്തിലെ ഒരു കുഴപ്പം പോലെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ദൈവം എന്നെ അത്ഭുതകരമായിട്ട് പരിപാലിച്ചു. ദൈവം എന്നെ സംരക്ഷിച്ചു. ആ സമയത്തൊക്കെയും ഒരു പനിയോ ജലദോഷമോ യാതൊരുവിധ കുഴപ്പവും വരാതെ എന്താ ആഹാരം എന്റെ മുമ്പിൽ കൊണ്ടുവച്ചാലും അതെല്ലാം ഈസി ആയിട്ടാണ് അകത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവിടെയൊക്കെ കടന്നിരുന്നപ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ആ പരിപാലനം ഓരോ ഗ്രാമങ്ങളും എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് ഇടയായിത്തീർന്നു. അനേക ആദിവാസികള് യേശുവിനെ സ്വീകരിച്ചു. പലപ്പോഴും ഞാൻ കടന്നു ചെല്ലുന്ന ഗ്രാമങ്ങളില് അവർക്ക് ഹിന്ദി അറിയില്ല, മറ്റ് ഭാഷകളൊന്നും അറിയില്ല. അവരുടേതായ ലോക്കൽ ലാംഗ്വേജ്, ആദിവാസി ഭാഷകൾ മാത്രമേ ഉള്ളൂ, ലിപി ഇല്ലാത്തതായ സംസാര ഭാഷ. എന്നാൽ ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടെ ആ ഗ്രാമത്തിൽ എന്നെ ഉപയോഗിച്ചു. ആ ഗ്രാമത്തിലെ ആദിവാസി ഭാഷയിൽ ഞാൻ അവരോട് സംസാരിക്കുവാനായിട്ട് ആരംഭിച്ചു. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിരുന്നു. പലപ്പോഴും കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ മൂർക്കം പാമ്പും അണലിയൊക്കെ ആയിരിക്കും അടിയില് എന്റെ അരികിലിരിക്കാൻ ചിലപ്പോൾ കിടക്കുന്നത്. പലപ്പോഴും മീറ്റിങ്ങിന്റെ നടുക്കായിട്ട് കടന്നു വന്ന ഉഗ്രവിഷമുള്ളതായ പാമ്പുകളെ കാലുകൊണ്ട് ചവിട്ടി കൊല്ലുവാനായിട്ട് ഇടയാക്കും. കാര്യം വടിയോ ഒന്നുമില്ല. കരിന്തേളുകളെ മേത്ത് കയറിയിരുന്നിട്ട് പലപ്പോഴും യേശുവിന്റെ നാമത്തിൽ അധികാരം ഉപയോഗിച്ച് തട്ടിക്കളഞ്ഞ് കാലുകൊണ്ട് ചവിട്ടിക്കൊല്ലുവാനായിട്ട് ഇടയായിത്തീർന്നു. കരിമൂർഖൻ ഒരിക്കൽ മീറ്റിങ്ങിന്റെ നടുക്കേട്ട് കയറി വന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വെട്ടിത്തിളങ്ങുന്നതായ കറുത്ത നിറമുള്ള ആ കരിമൂർഖനെ കണ്ടപ്പോൾ എന്റെ ജീവിതത്തില് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അന്ന് ഞാൻ ഇരുന്നിരുന്ന ആ സ്ഥലത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ ഒരു ചാട്ടം ചാടി അതിന്റെ പുറത്താണ് ഞാൻ വീണത്. എന്നാൽ ആ സമയത്തൊക്കെ ദൈവത്തിന്റെ പരിപാലനം, പാമ്പുകളുടെ കടിയിൽ നിന്ന്, വന്യമൃഗങ്ങളിൽ നിന്ന്, പുലിയെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു പുലി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരികയാണ്. കണ്ട് അത് ഞങ്ങളുടെ മുൻപില് ഇറങ്ങി വരാനായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും ഞങ്ങൾ അല്പം പേടിച്ച് ഒന്ന് നിന്നെങ്കിലും അല്പം ഞങ്ങൾ രൂക്ഷമായിട്ട് നോക്കി. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ പുലി കുറെ നേരം ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് ശാന്തമായിട്ട് തിരിഞ്ഞ് നടക്കുവാനായിട്ട് ആയിരുന്നു. വന്യമൃഗങ്ങളിൽ നിന്ന് കരടിയുടെ മുമ്പിലൊക്കെ ഓടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. എന്നാൽ അതിന്റെ ഒക്കെയും മധ്യത്തില് കരടിയുടെയും പാമ്പുകളുടെയും പുലിയുടെയും ഒക്കെ മധ്യത്തില് ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ പരിപാലിച്ചു. വീണ്ടും നാഗാലാൻഡിലേക്ക് കടന്നിരുന്നപ്പോൾ ദൈവം വീണ്ടും ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണപദാർത്ഥത്തിന്റെ നോർത്ത് ഈസ്റ്റില് വളരെയധികം ചേഞ്ചസ് എനിക്ക് വരുത്തേണ്ടതായിട്ട് വന്നു. കാര്യം അവിടെ എനിക്ക് കിട്ടിയത് പാമ്പും പട്ടിയൊക്കെയാണ്. നാഗാലാൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കാണ് ഇഷ്ടംപോലെ പട്ടിയിറച്ചി കഴിക്കാനായിട്ട് ഇഷ്ടംപോലെ പാമ്പ് ഫ്രൈയും അതുപോലെ ചെറിയ ചെറിയ ക്ഷുദ്രജീവികളും പാറ്റയും ഉറുമ്പും മുട്ടയും ഒക്കെ ഫ്രൈ ചെയ്തതും നിരവധി ക്ഷുദ്രജീവികളൊക്കെ നല്ലവണ്ണം പൊരിച്ചൊക്കെ കൊണ്ടുവരുന്ന നിരവധി ഭക്ഷണപദാർത്ഥങ്ങളായിരുന്നു അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ പട്ടിയും പാമ്പും കുരങ്ങും കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്ത് സാധനവും ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ലാതായി തീർന്നു. കാര്യം ഇവിടെ പ്രോമിസ് കിടക്കാണ് മിഷണറി ഫിറ്റ്നസ്. രാജസ്ഥാനിലെ കൊടും ചൂടിലും ഹിമാലയത്തിലെ കൊടും തണുപ്പിലും ഇതിനൊന്നും ഏറ്റില്ല ഈ ശരീരത്തിന്.
ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ഐസ് മൂടി കിടക്കുന്ന പർവ്വതത്തിലൂടെ മണിക്കൂറുകളോളം ഞാൻ നടന്ന് ഞാൻ തളർന്ന അവസ്ഥനായി. അന്നൊക്കെയാണ് എന്റെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുവാനായിട്ട് ആഴ്ചകളായിട്ട് 2 പീസ് ബ്രെഡ് മാത്രമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഞാൻ ഐസ് എന്റെ ക്യാൻവാസിന്റെ ഉള്ളിലേക്ക് ഐസ് കയറിപ്പോയാണ്. ഏകദേശം കാൽ ഭാഗത്തോളം എന്റെ മുട്ടിന് താഴെ വരെ ഞാൻ ഐസിലെ താന്നുപോയി. എന്റെ കാല് വലിച്ചു പൊക്കുവാനായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ട്. ഒരു വണ്ടി മാത്രമാണ് എന്റെ കൈ, ഒറ്റയ്ക്കാണ്, ഒരു മനുഷ്യനില്ല അവിടെ വീണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ആ സമയത്താണ് എന്റെ വിശ്വാസം എന്നിൽ ഉണർന്നു വരുവാനായിട്ട് ഇടയായിരുന്നത്. ഐസും കർത്താവെ, വെള്ളമില്ല കുടിക്കാൻ, ഒരു ഭക്ഷണപദാർത്ഥമില്ല. ഐസും കരങ്ങളിലെടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട്, കർത്താവെ ഇവിടെ കിട്ടാവുന്നതിലേക്കും ഏറ്റവും ടോപ്പ് വൈറ്റമിൻ ടാബ്ലറ്റ് ആയിട്ട് നീ ഇതിനെ മാറ്റി തരണം. ഇതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് വലിയ ബലം നീ എനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ ഐസിലെണ്ണം ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ അന്ന് വരെ ലഭിക്കാത്ത ഒരു ബലമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. നദിയുടെ കരയിൽ ചെന്നിട്ട് ഞാൻ വെള്ളം എടുത്തിട്ട് ഒരു കുമ്പിള വെള്ളം എടുത്ത് ഞാൻ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ ഈ വെള്ളം ചില ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ തളർന്നു വീഴും. ഈ വെള്ളം ഞാൻ കുടിച്ചു കഴിയുമ്പോൾ 2 ഗ്ലാസ് പാല് കുടിക്കുന്നതിലും സ്ട്രോങ് പവർ എനിക്ക് കിട്ടണം. ഈ വെള്ളത്തെ നീ പാലാക്കി തീർക്കണമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അതങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തികളെ എനിക്ക് നിരവധി പ്രാവശ്യം കാണുവാനായിട്ട് ഇടയായിരുന്നു. 96 ഞാൻ നേപ്പാളിലൊക്കെ പോയിട്ട് തിരിച്ചു കടന്നു വന്നപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, സൗത്ത് അമേരിക്കയിലെ ഗയാന എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോകാനായിട്ട്. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ കൊണ്ട് അതിന് സാധ്യമല്ല. ഞാൻ ഇന്ത്യയിലെ പർവ്വതങ്ങളും വനാന്തരങ്ങളും ഇവിടുത്തെ ആദിവാസികളും സാധുക്കളും ഒക്കെ ആയിട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിൽ ഒഴിവൊഴിവ് പറയാനായിട്ട് തുടങ്ങി. കർത്താവെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്കൊരു ഡോളർ പോലും തരാൻ ആരുമില്ല, ഞാൻ എങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൽ ഒരുപാട് ഒഴിവ് പറഞ്ഞു. കാര്യം എനിക്ക് അഡ്രസ് ഒന്നുമില്ല. കാര്യം വീട് വിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പോകുന്ന കാട്ടിലെ ടെലഫോണും ഇല്ല, പോസ്റ്റ് ഓഫീസും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചത്തോ ജീവിച്ചോന്ന് ഏതെങ്കിലും ടൗണിൽ വരുമ്പോ വീട്ടിൽ വിളിച്ച് പറയല്ലേ ഒരു എഴുത്ത് എഴുതിയിടും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുവാനായിട്ട്. കാര്യം 2-3 മാസത്തേക്ക് ഒരു മനുഷ്യനുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത പർവ്വതത്തിന്റെ വനത്തിന്റെ ഒക്കെ ഉള്ളിലായിരിക്കും ഞാൻ. എന്നാൽ തിരിച്ച് കടന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടെ വീണ്ടും എന്നോട് സംസാരിച്ചു, നീ ഈ സംസാരിക്കുന്നതൊന്നുമല്ല നിന്നെ ഞാൻ ഉപയോഗിക്കും, നീ ആ ദേശത്ത് കടന്നുപോയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ കർത്താവേ സാധ്യമല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, ഒരു ഡോളർ പോലും എന്റെ കയ്യിലില്ല, ആരെന്നെ സഹായിക്കും, ആരെന്നെ കൊണ്ടുപോകും അമേരിക്കയ്ക്ക്? ഞാൻ നിന്നെ അയക്കും. വേണ്ട കർത്താവേ, ഞാൻ എന്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്തേക്കും സജ്ജിയില്ല. സജ്ജിക്ക് ഇന്ത്യയിലെ 4 ലക്ഷം ഗ്രാമങ്ങൾ ഇനിയും യേശുവിനെ പറ്റി കേൾക്കാതിരിക്കുമ്പോൾ ഇന്ത്യ അല്ലാതെ വേറൊരു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട്. ഇന്ത്യയിലെ ആദിവാസികളും പർവ്വതങ്ങളും വനാന്തരങ്ങളൊക്കെ ഞാൻ ഇവിടെ കടന്ന് മരിച്ചോളാം, എനിക്ക് വേറെ എങ്ങോട്ടും പോകണമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും എന്നെ ചില കാര്യങ്ങൾ കാണിക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നു. വീണ്ടും പല ജാതികളും ഭാഷക്കാരുള്ള ഒരു ചിത്രം എന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ദൈവം എന്നെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. നീ ആരായിരുന്നു എന്ന് എന്റെ ദൈവം എന്നോട് സംസാരിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലം നിന്നെ ആരാണ് അയച്ചത്? ആര് നിനക്ക് പണം തന്നു? എത്ര സ്റ്റേറ്റിൽ നീ കയറി ഇറങ്ങി? അയൽ രാജ്യങ്ങളിൽ വരെ നിന്നെ ഞാൻ അയച്ചില്ലേ? ആരാണ് നിന്റെ നാവിലെ ഭാഷ തന്നത്? ആരാണ് നിന്നെ അയച്ചത്? ആരാണ് നിന്നെ സംരക്ഷിച്ചത്? നോക്കുള്ള ആ ചോദ്യ ചിഹ്നങ്ങൾ എന്റെ മുൻപിലെ ദൈവം കൊണ്ടുവന്ന് ഇട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മുട്ടുകുത്തുവാനായിട്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണം, എന്റെ പാപത്തെ ക്ഷമിക്കണം. നീ എപ്പോ എന്നോട് പറയുന്നോ ഞാൻ പോകാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, പോകുന്നതിന് മുൻപ് എനിക്ക് 3 കാര്യം നീ എനിക്ക് ചെയ്തു തരണം. ഒന്ന്, എന്നെ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കണം. കാര്യം ഞാൻ പോകുന്ന വഴിക്ക് ആൾക്കാരുമായിട്ട് സംസാരിക്കാനായിട്ട് എന്നെ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അത് മാത്രമല്ല, എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും നീ എന്ന് അയച്ചു തരുന്നു. അത് നാളത്തെ പകൽക്കാലമാണോ അല്ലെങ്കിൽ അടുത്ത മാസമാണോ? എപ്പോൾ നീ എനിക്ക് അയച്ചു തരുന്നോ അന്ന് ഞാൻ പോകാൻ തയ്യാറാണെന്ന് ദൈവത്തിന്റെ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് വിചാരിച്ചിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. നഗ്നരായ സാധുക്കളുടെ മധ്യത്തിലൊക്കെയും കടന്നുപോയി പ്രവർത്തിക്കുവാനായിട്ട് വിചാരിച്ചിരുന്നു. നൂൽബന്ധമില്ലാതെ നടക്കുന്നതായ ദിഗംബരന്മാരുടെയും കുംഭമേള പ്രവർത്തനത്തിലൊക്കെയും കടന്നുപോയി അനേക സാധുക്കളോട് യേശുവിനെ പറ്റി പറയുവാനായിട്ട് വിചാരിച്ചിരുന്നു. അതിനുശേഷം 98 ഡിസംബറിൽ ഞാൻ തിരിച്ച് കടന്നു വന്ന് നാട്ടിൽ വന്നിട്ട് 21 ദിവസം ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും എന്നോട് സംസാരിക്കുവാനായിട്ട് വിചാരിച്ചിരുന്നു. അടുത്ത 4-ാം മാസത്തിനുള്ളിൽ നീ ഗയാനയിലായിരിക്കും, നിന്നെ ഞാൻ അയക്കും, നിനക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിച്ചു കഴിഞ്ഞു. ഞാനൊന്ന് ഞെട്ടി, കർത്താവേ 4 മാസം കൊണ്ട് എന്ത് സംഭവിക്കുവാനാണ്? എന്നാലും ഞാൻ തിരിച്ച മദ്രാസിലെ ഞങ്ങളുടെ വൈവാമിന്റേതായ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിൻ സ്കൂളിൽ അന്ന് ഞാൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ തിരിച്ചു കടന്നു വന്നപ്പോൾ പലരും എന്നെ കളിയാക്കി, എടാ അമേരിക്കയ്ക്ക് പോകാൻ നടക്കുകയാണ്, ഇംഗ്ലീഷും അറിയത്തില്ല, ഒരു ഡോളർ പോലും ഇല്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, സജി ഇങ്ങനെയൊന്നും നടക്കേണ്ട. അന്ന് എന്റെ ലീഡേഴ്സിനോട് ചോദിച്ചു, സജി നിന്റെ പ്ലാൻ എന്താണ് ഈ വർഷം?
അവർ പറഞ്ഞു മറ്റ് നോർത്ത് ഇന്ത്യയിലോ അല്ലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സില് ആദിവാസികളുടെ ഇടയിലേക്കോ മറ്റെങ്ങോട്ടെങ്കിലും ഒക്കെ ടീമുമായിട്ട് പോകും. അമേരിക്കൻ പ്ലാനൊക്കെ അത് ദൈവം തന്നെ ഉപയോഗിക്കാതിരിക്കാനായിട്ട് സാത്താൻ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് ഈ അമേരിക്കൻ ഐഡിയ ഒക്കെ. അതൊന്നും കൊണ്ട് നടക്കരുത്, അതൊന്നും ദൈവികമല്ല എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ദൈവത്തിന് ഉറച്ചു നിൽക്കുവാനായിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസമായി ഒരു ആൻസറുമില്ല. എന്റെ ലീഡേഴ്സ് എന്നെ വിളിച്ചു ചോദിച്ചു, സജി എന്താണ് ഇങ്ങനെ അമേരിക്ക സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ? ഞാൻ പറഞ്ഞില്ല, ദൈവം പറഞ്ഞ അവധി തീർന്നിട്ടില്ല, 4-ാം മാസം ആയിട്ടില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു തീരുമാനം അറിയണം, സജിയുടെ അടുത്ത പ്രവർത്തനം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു 7 ദിവസത്തെ അവധി എനിക്ക് 7 ദിവസം ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചു. ഏപ്രിൽ 30-ന് മുൻപ് നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിച്ചു കഴിഞ്ഞു. മാർച്ച് മാസം കഴിഞ്ഞു, ഞാൻ എണ്ണാൻ തുടങ്ങി. കർത്താവ് ഇനി 30 ദിവസം കൂടി മാത്രം. അല്പം ഇംഗ്ലീഷൊക്കെ ഇപ്പൊ സംസാരിക്കാനായിട്ട് തുടങ്ങി. പോകുന്ന യാത്രയിൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നാൽ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് മിസ് എവിടുന്ന് വരും? 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പോസ്റ്റ്മാൻ ഒരു കവർ കൊണ്ട് തന്നു. തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ സൗത്ത് അമേരിക്കയിലെ ഗയാന എന്ന് പറഞ്ഞ രാജ്യത്തെ വിസയാണത്. ഞാൻ ചോദിച്ചു, കർത്താവെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് വിസ തന്നു, എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്തേ? അതൊരു വലിയ മഹാപർവ്വതം പോലെ എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോൾ 1.25 ലക്ഷം രൂപ വേണം എനിക്ക് അവിടെ വരെ എത്തിച്ചേരാൻ. കർത്താവെ അടുത്ത 20 ദിവസത്തിനുള്ളിൽ 1.25 ലക്ഷം രൂപ ആരെനിക്ക് തരും? ആരെന്നെ സഹായിക്കും? ദൈവത്തിന് നിലവിളിക്കുവാനായിട്ട് ആരംഭിച്ചു. ഞാൻ കവന്നു വീണ് കടന്ന്, കർത്താവെ നിന്നാൽ അസാധ്യമായത് യാതൊന്നുമില്ല, നീ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. 6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്റെ വാച്ച് അഴിച്ച് സഹോദരന്മാർക്ക് കൊടുത്തു. എന്റെ പേഴ്സിലുണ്ടായിരുന്ന പൈസ മുഴുവൻ എടുത്ത് സഹോദരന്മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനിയെല്ലാം നിങ്ങൾക്കുള്ളതാണ്. സജി ഇവിടെ MD ആകുകയാണ്. സജിക്കൊന്നുമില്ല. സജീത ദൈവത്തിന്റെ വീഴാന്ന് പറഞ്ഞ ദാവീദിനെ പോലെ നിലത്ത് വീഴുവാനായിട്ട് തുടങ്ങി. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു, നാളെ പകൽക്കാലം നിനക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തരും. ഞാൻ എഴുന്നേറ്റ് ദൈവത്തിനെ സ്തുതിക്കുവാനായിട്ട് ആരംഭിച്ചു. ടെറസിന്റെ മുകളിൽ നടന്ന്, കർത്താവെ നീ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ സഹോദരന്മാരും എന്റെ സ്റ്റാഫും ഒക്കെ വന്നിട്ട് ചോദിച്ചു, സജി എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒറ്റ രാത്രി കൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയോ? ഞാൻ പറഞ്ഞു, എന്റെ കൈകൾ MD ആണ്, എന്നാലും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ന് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള പണം ദൈവം തരാമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. അന്ന് രാവിലെ കാലം ക്ലാസ് റൂമിലും സ്റ്റാഫ് മീറ്റിംഗിലും ഒക്കെ ചെന്നിട്ട് അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായ പ്രമുഖം ഒരു നാൾ ലജ്ജിച്ചു പോയിട്ടില്ലെന്ന തിരുവചനത്തെ ആധാരമാക്കി ഞാൻ ദൈവത്തെ സംസാരിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ എന്റെ മെയിൽ ബോക്സ് ചെക്ക് ചെയ്യാനായിട്ട് വൈവാമിന്റെ ഓഫീസിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ എന്റെ മെയിൽ ബോക്സ് വലിയ പ്രതീക്ഷയോടുകൂടി എന്തെങ്കിലും വന്ന് അവിടെ കിടപ്പുണ്ടായിരിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു ഞാൻ ആയിരുന്നു. എന്നാൽ മെയിൽ ബോക്സ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അത് MD ആണ്, ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഞാൻ വളരെ ദുഃഖത്തോടും ഭാരത്തോടും കൂടെ മാറി ഒരു അരികിലിങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്റെ ഒരു ലീഡറായിരിക്കുന്ന സഹോദരൻ കടന്നു വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, സജി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ സജിയെ കാണുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്റെ മുറിയിലേക്ക് കടന്നു വരാൻ പറഞ്ഞു. അദ്ദേഹം മുറിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സജി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, 29-ാം തീയതി ഞാൻ ആഫ്രിക്കയിലെ ഗാംബിയയിലേക്ക് പോവുകയാണ് ടീം വിസിറ്റ് ചെയ്യുവാനായിട്ട്. എന്നാൽ 2 ദിവസത്തിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, നീ പോകരുത്, ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം, ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് സജിക്ക് കൊടുക്കുവാനായിട്ട്. ഞാൻ വളരെയധികം കൺഫ്യൂഷനിലായി. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു, വളരെ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒറ്റയ്ക്ക് ക്യാൻസൽ ചെയ്യണോ? എന്നോട് ആഫ്രിക്കയ്ക്ക് പോകരുതെന്ന് ദൈവാത്മാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലായി. എന്നാലും ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ ധിക്കരിക്കുന്നില്ല. ഞാൻ അതനുസരിച്ച് എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഇതാ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള 50,000 രൂപ ഇതാ സജിക്ക് വേണ്ടി. ഞാൻ ചോദിച്ചു, കർത്താവേ ഇത് പകുതി പണം പോലുമില്ല, ബാക്കി പണം എന്തേ? അപ്പൊ ചോദിച്ചു, എന്താ ദൈവമായിട്ട് മല്ലു പിടിക്കണം? ഞാൻ പറഞ്ഞില്ല സഹോദര, ഞാനും ദൈവമായിട്ട് ഇന്ന് ഒരു പ്രോമിസ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ദൈവത്തോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട സജി, കിട്ടിയതിനായിട്ട് സ്തോത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ അടുത്ത മാസമായിരിക്കാം, ചിലപ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ദൈവം ആരുടെയെങ്കിലും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറയുവാനായിട്ടായിരുന്നു. ആ പണമായിട്ട് ഞാൻ തിരിച്ച് എന്റെ ക്ലാസ്സിൽ ആ ക്യാമ്പസിൽ വന്നിട്ട് ഗേറ്റ് തുറന്നകത്തോട്ട് വരുമ്പോൾ ഒരു സഹോദരൻ എന്നെ വന്ന് വിളിച്ചു, സജി എനിക്ക് സജിയുമായിട്ട് സംസാരിക്കണം, എന്റെ മുറിയിലേക്ക് വരണം. ആ സഹോദരനാണെങ്കിൽ എന്റെ സ്റ്റുഡന്റ് ആണ്. 2 മാസമേ ഉള്ളൂ അദ്ദേഹം വന്ന് ജോയിൻ ചെയ്തിട്ട്. അദ്ദേഹവും ഭാര്യയും 1.5 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്ന സഹോദരനാണ്. വളരെയധികം പ്രതികൂലങ്ങളുടെ മധ്യയിലായിരിക്കുന്നു. പാവപ്പെട്ട ഒരു സഹോദരൻ. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കടന്നുപോയിട്ട് പറഞ്ഞു, സജി ഞങ്ങൾ എന്ത് തന്നാലും സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്വീകരിക്കാം, അല്ല സത്യം ചെയ്യണമെന്ന് സ്വീകരിക്കണമെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമിന്റെ അടുത്തുണ്ട്. ചിലപ്പോൾ ഇവരുടെ കയ്യിൽ 5,000 10,000 രൂപ എല്ലാം കാണും. ഇവരുടെ പാപ്പരത്വം കൊണ്ട് എന്റെ സ്റ്റുഡന്റും കൂടെ ആണല്ലോ, അവര് തന്നാൽ ഇനി ആ പണം ഞാൻ സ്വീകരിച്ചില്ലെങ്കിലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടിലായിരിക്കും അഭിപ്രായം പറയുന്ന ഞാൻ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നാലും ഞാൻ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞു. അവരെന്നെ മുറിക്കകത്ത് വിളിച്ചു കേട്ട് പറഞ്ഞു, ഒരു സഹോദരൻ ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തന്നതായ പണം ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു, അതിൽ 1 രൂപ പോലും എടുക്കരുത്, അത് മുഴുവൻ സജിയുടെ ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടി തരുവാനായിട്ട്.
തമിഴനായിരിക്കും, നമ്മുടെ ഇന്ത്യക്കാരനായ ഇംഗ്ലണ്ടുകാരനോ ആഫ്രിക്കക്കാരനോ അമേരിക്കക്കാരനോ ഒന്നുമല്ല, നമ്മുടെ തമിഴൻ സഹോദരൻ, ഒരു പാവപ്പെട്ട സുവിശേഷകൻ, എന്റെ സ്റ്റുഡന്റ്. അദ്ദേഹം എന്റെ കയ്യിലേക്ക് എടുക്കുന്നത് 50,000 രൂപയാണ്. ഇത് ഈ 2 പണവും കിട്ടിയത് ഒരു ബാങ്ക് ലോണോ ഒന്നുമല്ല, തിരിച്ചും കൊടുക്കേണ്ട ഗിഫ്റ്റാണ്. സ്വർഗത്തിന് ദൈവം നൂലെ കെട്ടി ഇറക്കി തരുന്ന പോലെ 1 ലക്ഷം രൂപയാണ് അന്ന് വൈകുന്നേരം ഞാൻ എന്റെ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ലക്ഷങ്ങൾ നിന്റെ കരങ്ങളിൽ കൊണ്ട് നിട്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായ യാതൊന്നുമില്ല. അവൻ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ പണവുമായിട്ട് ഞാൻ ട്രാവൽ ഏജൻസി ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റ് ഇതുകൊണ്ട് കിട്ടും. അവർ പറഞ്ഞില്ല, ഇതുകൊണ്ട് ന്യൂയോർക്ക് വരെ എത്താം, 1 വർഷത്തെ ടിക്കറ്റ് വേണം, എന്നാലേ നിങ്ങളുടെ വിസയ്ക്ക് അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. റിട്ടേൺ ടിക്കറ്റും കൂടെ വേണം. അതുകൊണ്ട് 1 ലക്ഷം രൂപ കൊണ്ട് ന്യൂയോർക്ക് വരെ എത്തിച്ചെല്ലാനേ പറ്റുള്ളൂ. വേറെ വഴിയൊന്നുമില്ല, 2 വഴി പോകാം. പക്ഷെ അതിന് ഈ പണം തികയില്ല, കുറച്ചുകൂടെ പണം വേണം. 1 മാസം കഴിഞ്ഞിട്ട് ടിക്കറ്റ് കിട്ടിയുള്ളൂ എന്ന് അവർ പറയുവാനായിട്ട് ഇടയായിരുന്നു. ഞാൻ പറഞ്ഞു, ന്യൂയോർക്കെങ്കിൽ ന്യൂയോർക്ക് നിങ്ങൾ ബുക്ക് ചെയ്യും. അപ്പൊ ന്യൂയോർക്കിൽ നിന്ന് അപ്പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറയും, അവിടെ എയർപോർട്ടിൽ കിടക്കുമ്പോൾ ദൈവം ആരെങ്കിലും അയച്ചോളൂ, എന്നെ പൊക്കിക്കൊണ്ട് അവിടുന്ന് പോയിക്കോളും. കാര്യം എനിക്ക് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇവിടെ കിടന്നുറങ്ങി ഒക്കെ നല്ല പരിചയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ന്യൂയോർക്ക് എയർപോർട്ടിലെങ്കിൽ എയർപോർട്ടിൽ അവിടെ ചെന്ന് കിടന്നുറങ്ങും. പിന്നെ ഫ്ലൈറ്റിൽ ഏതായാലും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല, അവര് നല്ല സൂപ്പർ ഷാപ്പാടൊക്കെ അടിച്ച് ന്യൂയോർക്ക് വരെ എത്താൻ എനിക്ക്. ഏതായാലും 2ഉം കൽപ്പിച്ച് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അവര് ചോദിച്ചു, നിനക്ക് അമേരിക്കൻ വിസ ഉണ്ടോ? ആ സാധനമില്ല. സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞ ഗയാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വിസയുണ്ട്. അമേരിക്കൻ വിസയിലെങ്കിൽ നിനക്ക് പോകാൻ പറ്റൂല മോനെ, നീ പൊയ്ക്കോന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇതെന്തൊരു പരീക്ഷണമാണ്. അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ഇനി അതിലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. തിരിച്ചു വന്നെന്റെ ലീഡേഴ്സിനോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങളൊക്കെ 4-5 പ്രാവശ്യം എംബസി പോയിട്ട് തിരിച്ചു വന്ന പാർട്ടിക്കാരാണ്. നോക്കണ്ട, കൊടുത്ത കാശ് പോക്ക, വിസയ്ക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പോകണ്ട. 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലണ്ടൻ വഴി എങ്ങനെയൊക്കെ പോകാനായിട്ട് പരിശ്രമിക്കാന്ന് പറഞ്ഞു. ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. കർത്താവേ, നീ എന്നോട് പറഞ്ഞ വാക്ക് ഏപ്രിൽ 30-ന് മുൻപ് എനിക്ക് എല്ലാം സാധിച്ചേരെന്നാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ 30-ാം തീയതിക്ക് മുമ്പ് പോകാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അടുത്ത ആലോചന, എടാ രാവിലെ എഴുന്നേറ്റ് നീ എംബസിയിലേക്ക് പോയിക്കോന്ന്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എംബസിക്ക് പോകാൻ നേരപ്പോ എല്ലാവരും ചോദിച്ചു, എവിടെ പോണ്ട എംബസി? എടാ എന്തിനാണ് ആ പണം വെറുതെ കളയുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പണമല്ല, എന്റെ അപ്പച്ചൻ തന്ന പണമാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, എന്റെ പിതാവിന്റെ കാശല്ലേ. ഞാൻ നടന്നവിടെ ചെന്നപ്പോ ഏകദേശം 250-300ഓളം പേരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് മദ്രാസ് എംബസിയുടെ വാതിക്കെ. ഞാനും ചെന്ന് പുറകിൽ ക്യൂവിലൊക്കെ നിന്ന് ഒരു ഫോമൊക്കെ മേടിച്ച് പൂരിപ്പിച്ച് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സായിപ്പാണ്. ഞാൻ പറഞ്ഞു, ട്രാൻസ്ലേറ്റർ ഒന്നും വേണം, നേരിട്ട് തന്നെ അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ മറുപടി കൊടുത്ത് അദ്ദേഹം എന്റെ പാസ്പോർട്ടൊക്കെ മേടിച്ച് അകത്ത് വെച്ചിട്ട് പറഞ്ഞു, ഒരു 3 മണിയാകുമ്പോൾ വന്നേക്കാൻ പറഞ്ഞു. 3 മണിക്ക് ആ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പാസ്പോർട്ട് എടുത്ത് എന്റെ കയ്യിലേക്ക് തന്നു. ഞാൻ വിചാരിച്ചു, രക്ഷയൊന്നുമില്ല, ഒന്നും കിട്ടി കാണില്ല. കുറച്ചും കൂടെ നടന്നിട്ട് ഞാൻ അതൊന്ന് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ 3 മാസത്തെ US വിസ സ്റ്റാമ്പ് അടിച്ചിരിക്കണേ. ഞാൻ സ്തുതിക്കുവാനായിട്ട്, കർത്താവേ, ഒറ്റ ദിവസം കൊണ്ട് US വിസ എനിക്ക് തന്നത് ഞാൻ ആരുമല്ലായിരുന്നു. എന്നാൽ നിന്റേതായ ശക്തി ഏത് അധികാര സ്ഥാനങ്ങളുടെ ഉള്ളിലേക്ക് അമേരിക്കൻ എംബസിയുടെ അകത്തേക്ക് കടന്നു എന്ന് അവരെ കൊണ്ട് എന്റെ പാസ്പോർട്ട് തീരടിപ്പിക്കാനായിട്ട് നിനക്ക് സാധിക്കുമല്ലോ എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് ദൈവത്തെ സ്തുതിക്കുവാനായി ഞാൻ ഉടനെ എന്നെ ഫോൺ എടുത്ത് എന്റെ ലീഡേഴ്സിനോട് ചോദിച്ചു, എനിക്ക് US വിസ കിട്ടി. അവരൊന്ന് അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു, ഇത് ദൈവപ്രവൃത്തി തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് ദൈവം തന്നെയാണ് നിന്നെ അയക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന എന്റെ മാതാപിതാക്കളോട് കൊച്ചി വന്ന യാത്ര പറഞ്ഞ് പോകാനായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ബാങ്കിൽ കിടക്കുന്ന കുറച്ച് പണം സജീവ ടിക്കറ്റിന് വേണ്ടി തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ആ പണം തന്നു. മറ്റു ചിലര് കുറച്ച് പണം കൂടെ തന്ന് ഏപ്രിൽ 27-ന് മുൻപ് അടുത്ത 25,000 രൂപ കൂടെ ദൈവം എന്റെ കരയിൽ കൊണ്ടുവന്നു. ഏപ്രിൽ 30-ന് മുൻപ് 28-ന് മുൻപ് 1,25,000 രൂപ എന്റെ പോക്കറ്റിലുണ്ട്. ഞാൻ അതുമായിട്ട് ആ ട്രാവൽ ഏജൻസിലേക്ക് എന്നിട്ട് പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇവിടെ ന്യൂയോർക്ക് വരെ ഒന്നുമല്ല, ഗയാന വരെ US വിസ. ന്യൂയോർക്ക് വഴി തന്നെ ഞാൻ യാത്ര ചെയ്യാൻ പോവുകയാണ്. അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നെ ഞാൻ സിംഗപ്പൂരിൽ ആദ്യം പോയി, അവിടുന്ന് കൊറിയയിൽ ചെന്നിട്ട് ഞാൻ ന്യൂയോർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചില സഹോദരന്മാരൊക്കെ എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവരെന്നെ വിട്ടില്ല അന്ന് തന്നെ. അദ്ദേഹം പറഞ്ഞു, കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഒക്കെ ചെലവഴിക്കണം. അങ്ങനെ ആ സഹോദരന്മാരോടൊപ്പം പല മലയാളം ചർച്ചകളിലൊക്കെ പോയി പ്രസംഗിക്കുവാനായിട്ട് ന്യൂയോർക്കിലെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്നു. അതിനുശേഷം ആ സഹോദരന്മാര് എന്നെയും കൊണ്ട് ന്യൂയോർക്ക് സിറ്റിയൊക്കെ കാണിക്കുവാനായിട്ട് പോയി. ആ സിറ്റിയിലൂടെ ഞാൻ നടന്നപ്പോൾ ഞാൻ കരയുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവേ, പണ്ട് പാസ്റ്റർമാരൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളൂ ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങും ന്യൂയോർക്കിലെ സുന്ദരമായ അവസ്ഥയെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. കർത്താവേ, നീ എന്നെ ഇപ്പോൾ അവിടെയാണ് കൊണ്ടുവന്ന് നിർത്തിയത്. എന്നെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത്, യോഗ്യനാക്കി തീർത്തത് ഈ പുസ്തകമാണ്. കേവലം കൊച്ചി പട്ടണത്തിലെ ഒരു ഡ്രൈവറായിരുന്ന എന്നെ ന്യൂയോർക്ക് സിറ്റി കൊണ്ട് നിർത്തിയത് ഈ പുസ്തകമാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ര വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം അത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതിനുശേഷം ന്യൂയോർക്കിൽ നിന്ന് ഞാൻ വെസ്റ്റ് ഇന്ത്യൻ ഐലൻഡ്സിലൊക്കെ പോയിട്ട് വീണ്ടും ഗയാനയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവരാകപ്പാടെ എനിക്ക് തന്ന അവിടെ ചെന്നപ്പോ സ്റ്റാമ്പ് അടിച്ചിരുന്ന 2 ആഴ്ചത്തെ ബിസിനസ് വിസയാണ്. ഏതായാലും സാരമില്ല, പ്രാർത്ഥിച്ച് അവിടുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ശക്തിയോടുകൂടെ എന്നെ അവിടെയുള്ള ഗ്രാമങ്ങളിലേക്ക് അയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ ഒരു ഗ്രാമത്തിൽ ചെന്ന് പ്രസംഗിച്ചിട്ടൊക്കെ തിരിച്ച് 2 അമേരിക്കക്കാരായ സഹോദരന്മാരോട് ഞങ്ങൾ 3 പേരും ഇവിടെ തിരിച്ച് മടങ്ങി വന്ന് ബസ് ഇറങ്ങി അടുത്ത ഞങ്ങളുടെ റൂമിലേക്ക് പോകാനുള്ള ബസ് പിടിക്കുന്നതിന് വേണ്ടി നടന്നു നീങ്ങിയപ്പോഴാണ് കുറച്ച് തീയൊക്കെ കണ്ട് അവിടെ കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ നടക്കുകയാണ്. കുറച്ച് തീയൊക്കെ കണ്ട് മാറി ഇച്ചിരി പോവാനായിട്ടൊക്കെ ഇങ്ങനെ തീരുമാനിച്ച് നീങ്ങുമ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് തന്നെ പെട്ടെന്ന് ഒരു ബോംബ് പൊട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ പരിപാലിച്ചു. തിരിഞ്ഞ് ഓടി ജീവൻ വന്ന പോരാട്ടം. ആ സഹോദരന്മാരെ എനിക്ക് നഷ്ടപ്പെടും. ആകപ്പാടെ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഓട്ടമാണ്, എങ്ങോട്ടാ ഓടുന്ന വഴി ഏതാണ് ഒരു പിടുത്തവും ഇല്ല. ഓട്ടമാണ് ഇതിന്റെ ഇടക്ക്. ഓടി ഒരു കണക്കിന് ചെന്ന് അല്പം ആശ്വസിച്ച് നിന്നിട്ട് പറഞ്ഞു ഇനി ഇച്ചിരി നേരം നടക്കാന്നുള്ള ചിന്തയില് കുറച്ച് നടന്ന് ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോ മുമ്പില് അപ്പുറത്തുനിന്ന് ആഫ്രിക്കക്കാർ, ഇപ്പുറത്തുനിന്ന് പോലീസുകാർ തമ്മിൽ വെടി, ആൾക്കാർ മരിച്ചു വീഴുന്നതിന് മുമ്പിൽ കാണുന്നത്. അവിടെ നിന്ന് തിരിഞ്ഞ് ഓടി ഒരു കണക്കിന് അപ്പോൾ ഒരു കോർണറിൽ വെച്ച് ഒരു അമേരിക്കക്കാരായ എന്റെ കൂട്ടുകാരനെ കിട്ടി. അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ 2 കൂടെ ആയി ഓടി. ഒരു കണക്കിന് അന്ന് രാത്രി ദൈവം ഞങ്ങളെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ റൂമിൽ എത്തിച്ചു. അന്ന് ആ സഹോദരന്മാർ എന്നോട് പറഞ്ഞു, സജി ഇനി പുറത്തു പോകരുത്, മുറിക്കകത്തിരിക്കണം, കലാപങ്ങളൊക്കെ കഴിയുന്നവരെ. ഞാൻ 10 ദിവസം ദൈവത്തിന്റെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു അവിടെയുള്ളതായ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാൻ. ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാനായിട്ട് ദൈവം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? അതിനു വേണ്ടിയിട്ടാണോ നീ എന്നെ വിടവിട്ടത്? ഏതായാലും ദൈവാത്മാവ് എന്നോട് സംസാരിച്ചനുസരിച്ച് എനിക്ക് എവിടെയാണോ ഹോസ്പിറ്റലെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ഒരു സഹോദരന്മാരെ വിളിച്ചുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെയുള്ള പല വാർഡുകൾ ഞാൻ കയറി ഇറങ്ങി. അവസാനം ഒരു വാർഡിലേക്ക് ഞാൻ ചെന്ന് ആ വാർഡിന്റെ അടുത്ത് ഞാൻ കാലെടുത്ത് ചവിട്ടി ഒന്ന് നോക്കിയതേ ഉള്ളൂ. എന്റെ ഹൃദയം പൊട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പത്രത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ സോമാലിയയിലും എത്യോപ്യയിലും ഒക്കെ അസ്ഥിപഞ്ജരങ്ങളായ അസ്ഥികോലങ്ങളെ. അതുപോലെയുള്ള ഒരു കൂട്ടം മനുഷ്യര് ഇത് വെട്ടിക്കിടക്കുന്നു. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എന്തിനാണ് ഈ കാഴ്ച എന്നെ കാണിച്ചത്? അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു, ഇവരെ നീയാണ് ശുശ്രൂഷിക്കേണ്ടത്. ഞാൻ എന്ത് ഞെട്ടി, കർത്താവേ ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കും? എന്റെ കയ്യിൽ ഡോളറില്ല. എനിക്ക് ഈ രാജ്യത്ത് ഞാൻ വന്നിട്ട് 2 ആഴ്ച 3 ആഴ്ച ആവുന്നുള്ളൂ. എനിക്കൊന്നും അറിയില്ല, എനിക്ക് പണമില്ല, ആരും സഹായിക്കാനില്ല. പിന്നെ ഇവരെ ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കും? എന്നെ കൊണ്ട് അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒരു ചിന്ത എന്റെ മനസ്സിനുള്ളിലേക്ക് വന്നപ്പോഴേക്കും ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും സംസാരിച്ചു, നിന്റെ കയ്യിൽ ഇപ്പോൾ പണമുണ്ടാണ്, നീ അതുകൊണ്ട് ആരംഭിക്കാൻ. ശരിയായിരുന്നു. അന്ന് കുറച്ച് ഡോളറുകൾ എന്റെ പേഴ്സിലുണ്ടായിരുന്നു. ആ പണവും ആ ഡോളറും എടുത്തുകൊണ്ട് ഞാൻ താഴെ കോടി ചെന്നിട്ട് കുറെ ബിസ്ക്കറ്റും ജ്യൂസും ഒക്കെ മേടിച്ചുകൊണ്ട് ഒരിറ്റ് ദാഹ ജലത്തിനായിട്ട് കേഴുന്ന ആ സഹോദരന്മാരെ അടുത്തേക്ക് ചെന്നിരുന്ന് അവർക്ക് വേണ്ടതായ ബിസ്ക്കറ്റും ജ്യൂസും ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ ആ സഹോദരന്മാരോട് പലരെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു, എയ്ഡ്സ് പേഷ്യന്റ് ആണ്, ഡോക്ടേഴ്സ് ഇല്ല, ഒരു മനുഷ്യനും അവരെ നോക്കത്തില്ല, അവരെ ശുശ്രൂഷിക്കാൻ ഒരു മനുഷ്യരുമില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, നീയാണ് ഇനി അവരെ നോക്കേണ്ടത്. ഞാൻ എന്ത് കർത്താവെ ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു റൂമിലേക്ക് വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. പിറ്റേ ദിവസവും പോയി ഇത് തന്നെ ദിവസവും ഇതൊരു പരിപാടിയായിരുന്നു. എന്റെ കയ്യിലുള്ള പണം തീരുന്നു കഴിഞ്ഞപ്പോ ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, കർത്താവെ ഇന്ന് അവർക്ക് ജ്യൂസും ബിസ്ക്കറ്റും വേണം, പണം താ. അപ്പൊ അത് കേൾക്കാം ഗേറ്റിക്കൽ ഒരു മുട്ട സജി $500 ഇന്ന എയ്ഡ്സ് രോഗികൾക്ക്. അത് കഴിഞ്ഞപ്പോ വീണ്ടും ആ പണം തീരുമ്പോ വീണ്ടും പണമില്ല. അപ്പൊ കാണാൻ കുറച്ച് ആൾക്കാർ ഒരു ബിസ്ക്കറ്റും പാക്കറ്റുമായിട്ട് കടന്നു വരുന്നു, വെള്ള പാക്കറ്റുമായിട്ട് കടന്നു വരുന്നു, കുറെ പേര് കുറച്ച് ക്ലോത്തുമായിട്ട് കടന്നു വരുന്നു. ഇങ്ങനെ ദിവസവും ഞാൻ കരഞ്ഞു മടുത്തു. കർത്താവ് ഇങ്ങനെ ദിവസവും ഞാൻ ചോദിക്കണം, ഇതിനാണോ നീ എന്നോട് ഇത് തുടങ്ങാൻ പറഞ്ഞത്? ഇതിനാണോ ഈ ശുശ്രൂഷ എന്നെ കൊണ്ട് ചെയ്യിച്ചത്? അവിടെ ചെന്ന് ആ ഹോസ്പിറ്റലിന്റെ തറയെ സ്വീപ്പ് ചെയ്യും, മോപ്പ് ചെയ്യും, അവിടെ ടോയ്ലറ്റ് ബാത്റൂം കഴുകും, അവരെ വൃത്തികേടായിട്ട് കിടക്കുന്നതായ അവരെ എല്ലാരെയും ബെഡൊക്കെ ക്ലീൻ ചെയ്ത് അവരെ ശുശ്രൂഷിക്കും, അവരെ രക്ഷയിലേക്ക് നടത്തി അവരെ വചനം വായിച്ച് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്ത് അനേകരെ ദിവസവും 8ഉം 10ഉം രോഗികൾ ആഴ്ചയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷമായിട്ടാണ് അവർ മരിച്ചുകൊണ്ടിരുന്നത്. 100 കണക്കിന് എയ്ഡ്സ് രോഗികളെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു, കർത്താവേ ഇങ്ങനെ ദിവസവും പണം ചോദിച്ച് ഞാൻ കരഞ്ഞു, കുറച്ച് പണം കൂടുതൽ എനിക്കിതാ. അപ്പോഴാണ് ഒരു സഹോദരൻ കയറി വന്നിട്ട് പറഞ്ഞത്, എയ്ഡ്സ് മിനിസ്ട്രിക്ക് വേണ്ടി സജി ഇതാ കുറച്ച് പണം എന്റെ കയ്യിലുണ്ട്, ഒരു $10,000 ഇന്നാ. കർത്താവേ കുറച്ച് ആഴ്ചത്തേക്ക് എനിക്ക് ആശായി. കുറെ ജ്യൂസും ബിസ്ക്കറ്റും ഒക്കെ മേടിച്ച് അവർക്ക് വേണ്ട ഡൈപ്പേഴ്സും ടോയ്ലറ്ററീസും ഒക്കെ മേടിച്ച് ഞാൻ കൂട്ടി. ഞാൻ പിന്നെയും കരഞ്ഞു, കർത്താവേ ഇങ്ങനെ എത്ര നാൾ മുൻപോട്ട് പോകണം? എന്നാൽ ഇതിന്റെ മധ്യത്തില് ഒക്കെയും ഞാൻ വളരെ വേദനയോടുകൂടിയായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്റെ വിസയുടെ കാലാവധി തീർന്നു. 2 ആഴ്ചത്തെ ബിസിനസ് വിസയാണ് എനിക്ക് ഗയാന തന്നത്.
ഇനി ഏത് നിമിഷവും അവരെന്നെ ജയിലിൽ പിടിച്ച് അടച്ചിട്ട് ഡീപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു സീലും അടിച്ച് എന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് കയറ്റിവിടും. സഹോദരന്മാരൊക്കെ പറഞ്ഞു, സജി റിട്ടേൺ ടിക്കറ്റ് ഇല്ലേ, കയറി പോകാൻ പാടില്ല, എന്തിനിങ്ങനെ കിടക്കണം? ഞാൻ പറഞ്ഞില്ല, ദൈവം ഇനി അവിടെ അയച്ചുവെങ്കിൽ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ നിൽക്കുവാനായിട്ട് ഞാൻ പറഞ്ഞു, കിട്ടുന്ന സമയം തക്കത്തിൽ ഞാൻ ഉപയോഗിക്കുവാനായിട്ട് പോവുകയാണ്. ഒരു മിനിറ്റ് പോലും, കാരണം ഏത് നിമിഷവും ഞാൻ ജയിലിന്റെ ഉള്ളിലേക്ക് പോകും, അത് ഉറപ്പാണ്. ജയിലിന്റെ അകത്ത് പോയി കിടന്ന് പ്രസംഗിക്കുവാൻ പൗലോസിനെ പോലെ അവരെന്നെ ഡീപ്പോർട്ട് തീരടിച്ച് കയറ്റി വിടുന്നവരെ സജി ഇവിടെ ഉള്ളിടം പ്രസംഗിക്കും എന്ന് പറഞ്ഞ ധൈര്യത്തോടുകൂടെ കിട്ടുന്ന ഒരു സമയം പോലും ഒളിച്ചൊന്നും താമസിച്ചില്ല. പരസ്യമായിട്ട് തന്നെ പല ഗ്രാമങ്ങളിലേക്ക് കടന്നുപോയി ധൈര്യത്തോടെ വചനം വിളിച്ച് പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ അനേകരെ മാനസാന്തരപ്പെടുവാനായിട്ട് ഞാൻ തീർന്നു. 5 മാസം വിസയില്ലാതെ ആ രാജ്യത്ത് ഞാൻ രോഗികളെ ശുശ്രൂഷിച്ചും വിളിച്ചു പറഞ്ഞും ദൈവവചനം വിളിച്ചു പറഞ്ഞ് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തോന്നി ഇവൻ സാധാരണക്കാരനല്ല. അവിടുത്തെ ഹോസ്പിറ്റൽ അധികാരികൾ തീരുമാനിച്ചു, നമ്മുടെ ഇത്രയും ദൂരത്തിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ആൾക്കാരെ ഇത്രയധികം സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഈ സഹോദരന് വിസ കൊടുക്കണം. അവരെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് 1 വർഷത്തെ വർക്ക് പെർമിറ്റ്, മിഷണറി വർക്ക് പെർമിറ്റ് അവർ എഴുതി തരുവാൻ ആഗ്രഹിക്കുന്നു. നീ ഒരു പൈസ പോലും ടാക്സ് കൊടുക്കണ്ട, ഫ്രീ ആണ് എല്ലാം. അത് മാത്രമല്ല, ഗവൺമെന്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞ് ഒരു ID കാർഡും ഗവൺമെന്റ് എനിക്ക് തന്നു. നിനക്ക് എവിടെയും ഏക ഓഫീസിലും ധൈര്യമായിട്ട് കയറിച്ചില്ല. അത് കഴിഞ്ഞപ്പോ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇനി ഇവിടെ നീ എനിക്ക് ഫ്രീഡം തന്നു, പക്ഷേ എനിക്ക് മിനിസ്ട്രി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പണം വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കാർപോർച്ചിലെ പുസ്തകം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 സ്വീഡിഷ്കാരായ സഹോദരിമാര്, അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്, നടന്നു പോയപ്പോൾ ഒരു യൂത്ത് വിത്ത് മിഷൻ എന്നുള്ള ബോർഡ് കണ്ടത് അകത്ത് കയറി വന്നിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മിനിസ്ട്രിയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആ എയ്ഡ്സ് മിനിസ്ട്രി ഒന്ന് കണ്ടാൽ കൊള്ളാം. ഞാൻ അവരെയും കൊണ്ട് എയ്ഡ്സ് വാർഡിൽ കടന്നു പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 3 മണി വരെ ക്ലാസ് ഉണ്ട്, 3 മണി കഴിഞ്ഞ് 2 മണിക്കൂർ സജിയോടൊപ്പം ഞങ്ങളും ഈ ഹോസ്പിറ്റലിൽ കടന്നു വന്ന് വാളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവരും എന്നോടൊപ്പം വന്ന് വർക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, സജി ഇവർക്ക് ഈ ഫുഡും ടോയ്ലറ്റ് ഫീസും ഡൈപ്പേഴ്സും എല്ലാം സജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, ഇതിനൊക്കെ ഉള്ള പണം എവിടുന്നാണ്? ഞാൻ പറഞ്ഞു, വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നു, ദൈവം തരുന്നു. ആ മിനിസ്ട്രി മുൻപോട്ട് കൊണ്ടുവന്നു. അപ്പോഴേക്കും ഞാൻ ലോക്കൽ ചർച്ചകളിൽ ചെന്ന് അനേക യുവാക്കന്മാര് എന്നോടൊപ്പം ചേർന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ വലിയ ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് ആരംഭിച്ചു. ആ സഹോദരിമാര് പറഞ്ഞു, സജി ഞങ്ങളൊരു എഴുത്ത് എഴുതാം, സജി ഒന്ന് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ആ സഹോദരന്മാർ 2 പേപ്പർ നിറച്ച് ഒരു എഴുത്ത് എഴുതിയിട്ട് ഞാനത് വായിച്ചു നോക്കി സൈൻ ചെയ്തു. അവര് അതിന് ആ സീഡലുള്ളായ ആംഗ്ലിക്കൻ ചർച്ചിന് ആ ലെറ്റർ അയക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ ലെറ്റർ അവിടെ ചെന്ന് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചർച്ചിലെ വിശ്വാസികളെ കറിയുവാനായിട്ട് ഏകദേശം അവർ ഓഫറിംഗ് എടുത്ത 4.5 ലക്ഷത്തോളം രൂപയാണ് ഒറ്റ സ്വോത്രമായിട്ട് എടുത്തിട്ട് അവർ അയച്ചു തരുവാനായിട്ട് ഇടയായിട്ടിരുന്നത്. ആ പണം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 1 മാസത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ച് എന്റെ സ്റ്റോക്ക് ചെയ്യുവാനായിട്ട് ഇടയായിട്ടിരുന്നു. എന്റെ റൂമിൽ എന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വന്ന് എപ്പോഴും എടുത്തോണ്ട് പോയി അവർക്ക് കൊടുത്താൽ മാത്രം മതി. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് കുറച്ച് നാളത്തേക്കുള്ള പണം അവിടെ നൽകി തന്നു. അതിനുശേഷം അവരൊരു പ്രോമിസൂടെ 1 ആഴ്ച എത്ര രൂപ നിങ്ങൾക്ക് ചെലവുണ്ട്, ചെലവുള്ള കാശ് പറഞ്ഞാൽ മതി, അതെല്ലാം ആഴ്ചയിലും ബാങ്കിൽ വന്നിരിക്കും, നിങ്ങൾ എടുത്ത് ചെലവാക്കിയാൽ മാത്രം മതി. ഇന്നും ആ മിനിസ്ട്രി ദൈവം അത്ഭുതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേക യുവാക്കന്മാരെ പോയി ശുശ്രൂഷിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു എഴുത്ത് വരുവാനായിട്ട് അവിടുത്തെ ഹോസ്പിറ്റൽ അധികാരികളും അവിടുത്തെ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ 2 വാർഡ്, മെയിലും ഫീമെയിൽ വാർഡ് നിങ്ങളങ്ങ് ഏറ്റെടുത്ത് നടത്തിക്കോ, ഞങ്ങളിനി നോക്കുന്നില്ല, നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, നിങ്ങൾ ഏറ്റെടുത്തോ എയ്ഡ്സ് രോഗികളും വാർഡും കംപ്ലീറ്റ്. ഹല്ലേലൂയ. ദൈവം ആരംഭിച്ചത് പോക്കറ്റിൽ നിന്നാണ് തുടങ്ങിയതാണ്, ചില ഡോളറുകൾ കൊണ്ട് മാത്രം. ദൈവം വളർത്തി, ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നിരവധി എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ മധ്യത്തില് ഞാൻ എയ്ഡ്സിന് വിഷയമായിട്ട് നടക്കുകയല്ലായിരുന്നു. അതിന്റെ ഇടയ്ക്കും ഞാൻ വനാന്തരങ്ങളിലേക്ക് കടന്നുപോയിരുന്നു, ആദിവാസികളുടെ മധ്യത്തിലേക്ക്. കൊടും വനാന്തരങ്ങൾ 4 ദിവസമൊക്കെ ട്രക്ക് ഓടിച്ച് ആണ് കടന്നു പോകുന്നത്. ഇടയ്ക്ക് മരമൊക്കെ മറിഞ്ഞു വീഴും, അതെല്ലാം മുറിച്ച് മാറ്റി നദികളിലൂടെയൊക്കെ കയറി ഇറങ്ങി ആദിവാസികളുടെ വനത്തിൽ ചെല്ലുമ്പോഴേക്കും കിടക്കുവാനായിട്ട് കട്ടിലോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല, ഹാമിക് എന്ന് പറഞ്ഞ സാധനം വലിച്ചു കെട്ടിയിട്ട് അതിന്റെ മുകളിലാണ് കിടക്കുന്ന. കാര്യം വലിയ ചീങ്കണ്ണിയാണ് ഇഷ്ടം പോലെ. ചീങ്കണ്ണിയും പാമ്പൊക്കെ ഓടി വന്ന് കടിക്കണോണ്ട് ഈ മരത്തേല് വള്ളി കൊണ്ട് വലിച്ചു കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ, നിലത്ത് കിടക്കാൻ പറ്റില്ല, വീടിന്റെ അകത്ത് കിടക്കാൻ പറ്റുകയില്ല. അങ്ങനെ കിടന്നുറങ്ങി കൊണ്ടിരിക്കുന്ന ആ അവസരത്തിലൊക്കെയും അത് ഉറങ്ങിയാലും അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ക്ഷുദ്രജീവികൾ ഒക്കെ കയറി വരും, വലിയ അതും കയറി വന്ന് കാലെ കടിക്കാനായിട്ട് ഇടയായിത്തീരും. തേള് പലപ്പോഴും എന്റെ നെഞ്ചത്ത് വന്നിരുന്നായിട്ടുണ്ട്. 2 പ്രാവശ്യം തേളുകള് രാത്രിയില് എന്റെ നെഞ്ചത്ത് വന്നിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെയും ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഓരോ ജീവികളെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ആമസോണിലെ വലിയ 8 കാലികള്, എന്റെ കയ്യെക്കാട്ടിലും വലിപ്പമുള്ള 8 കാലികള്, 2-3 അടി നീളമുള്ള വലിയ തത്തകളും വലിയ പല്ലിയൊക്കെ വലിയ ഓന്തിനെ പോലെയൊക്കെ ഇരിക്കുന്ന പല്ലികൾ, ഓരോ സാധനങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. കർത്താവ്, ഈ കാടിന്റെ മധ്യത്തിലേക്കാണല്ലോ നീ എന്നെ വിട്ടത്,
എന്നാൽ അതിന്റെയൊക്കെയും മധ്യത്തിൽ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് പരിപാലിച്ചു. അതിനുശേഷം ദൈവം എന്നെ അവിടുന്ന് ബ്രസീലിലേക്ക് അയച്ചു. ബ്രസീലിൽ നിരവധി സ്ഥലങ്ങളിൽ കടന്നുപോയി ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം വെനസ്വേല എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് അയച്ചു. അവിടുന്ന് പിന്നെ നമ്മുടെ ക്രിക്കറ്റ് ടീമൊക്കെ വരാറുള്ള വെസ്റ്റ് ഇന്ത്യൻ ഐലൻഡ്സിലേക്ക് ദൈവം എന്നെ അയക്കുവാനായിട്ട് ഇടയാക്കുന്നു. കരീബിയൻ ഐലൻഡ്സിലൊക്കെയും പോയി ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ പ്രഘോഷിക്കുവാനായിട്ട് ഇടയാക്കുന്നു. എന്നാൽ പലപ്പോഴും ഈ വനത്തിന്റെ ഉള്ളിലേക്ക് കടന്നുപോയ സന്ദർഭത്തിൽ പല ദുരിതങ്ങളും വേദനകളും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് ഇടയായി തീർന്നു. എന്റെ ജീവിതത്തില് പലപ്പോഴും മരണത്തോട് മല്ലടിച്ച നിമിഷങ്ങളുണ്ട്. ഒരിക്കൽ ഞാൻ 3 സ്വർണ്ണഖനി തൊഴിലാളികളും കൂടെ വനത്തിന്റെ ആമസോൺ വനാന്തരങ്ങൾ ഉള്ളിലേക്ക് കടന്നുപോയതായ ഒരു സന്ദർഭം ഞാൻ ഇന്നും ഓർക്കുന്നു. കാരണം ഒറ്റ മനുഷ്യൻ പോലും കടന്നു പോകാതായ ആ സ്ഥലത്ത് ചില സ്വർണം കുഴിച്ചെടുക്കുന്ന സ്വർണ്ണഖനി തൊഴിലാളികൾ മാത്രമേ വനത്തിന്റെ ഉള്ളിൽ പോയുള്ളൂ. അവിടെയും ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അവരോടൊപ്പം പോവാൻ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 5 പേർക്ക് മാത്രം കയറാവുന്ന ഒരു കൊച്ചു ഫ്ലൈറ്റ്. അവരോടൊപ്പം ഞാൻ ഈ യാത്ര തുടങ്ങി. കുറച്ച് ഞങ്ങളുടെ ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകാശമെല്ലാം കറുത്തിരുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയെ, പോകുന്ന ദിശ മാത്രം അറിയാം. ഞങ്ങളുടെ പൈലറ്റ് പറഞ്ഞു ഏതെങ്കിലും മരത്തിലോ മലയിലോ ഒക്കെ ഇടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് പൊക്കി പറപ്പിക്കാൻ പോകാന്ന് പറഞ്ഞ് അദ്ദേഹം ഫ്ലൈറ്റ് പൊക്കി മേലോട്ട് കൊണ്ടുപോകും തോറും ഈ കൊച്ചു ഫ്ലൈറ്റിന് എയർ പ്രഷർ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് എയർ പ്രഷർ വന്നിട്ട് ഞങ്ങളുടെ തലയൊക്കെ പൊട്ടിച്ചിട്ടറന്നു പോലുള്ള വേദന. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇത് മാറുന്നില്ല. അദ്ദേഹം പറഞ്ഞു 8 വർഷത്തിനുള്ളിൽ ആദ്യത്തെ എന്റെ അനുഭവമാണ്. 8 വർഷമായി ഞാൻ ഫ്ലൈറ്റ് പറപ്പിക്കാറ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇന്ധനവും തീർന്നു. എവിടെ ഇറങ്ങണം, പോകുന്ന ദിശ മാത്രം അറിയാം, എവിടെ ഇറങ്ങണമെന്ന് അറിയില്ല. ഞങ്ങളുടെ ഫ്യൂല് തീർന്നു, നിലവിളിക്കാൻ തുടങ്ങി. അവസാനമായിട്ട് ഞാൻ എന്റെ കൊച്ചി എന്റെ മാതാപിതാക്കളെ കണ്ടു. സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കണേ, കാരണം ആമസോൺ കാട്ടി വീണ് ഞങ്ങൾ മരിക്കുവാൻ പോവുകയാണ് ഫ്ലൈറ്റിൽ നിന്ന്. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു. എന്നാൽ അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആകാശത്തെ ഒരുക്കി. അപ്പോഴേക്കും ഞങ്ങൾ അതേകാര്യം അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പൈലറ്റ് പെട്ടെന്ന് തന്നെ കറക്കി താഴെ ആ ഫ്ലൈറ്റ് കൊണ്ടുവരാണ്ട്. എന്നാൽ ആ വലിയതായ എയർ പ്രഷറില് ഞങ്ങളുടെ ശരീരമൊക്കെ പൊട്ടിച്ചെതറുന്ന പോലുള്ള വേദന ഞങ്ങൾ തോന്നിയെങ്കിലും ഒരു മണ്ണ് മലയെ കൊണ്ടുവന്ന് ഇടിച്ച് അദ്ദേഹം ഇറക്കി ആ ഫ്ലൈറ്റ്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് ആദിവാസി വനങ്ങളിലേക്കൊക്കെ കടന്നുപോയിട്ട് ശുശ്രൂഷിക്കുകയാണ്. പലപ്പോഴും ഒറ്റയ്ക്ക് ആ വനാന്തരത്തിലൂടെ ഞാൻ നടന്നത് ഇന്നും എനിക്ക് മറക്കുവാനില്ല. വിഷപ്പാമ്പുകളും ചീങ്കണികളും ഒക്കെ നിറഞ്ഞ ചതുപ്പ് നിലത്തിലൂടെ ഒരു വടിയും കുത്തിപ്പിടിച്ച് ഞാൻ നടക്കുകയാണ്. കിലോമീറ്ററോളം. ഒരു മനുഷ്യനില്ല എന്റെ നിലവിളി കേട്ടാൽ. ഒരു ചീങ്കണി എന്നെ കടിച്ചാൽ, എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ എന്റെ നിലവിളി കേട്ടാൽ ഒറ്റ മനുഷ്യനില്ല എന്നെ രക്ഷിക്കുവാനായിട്ട് ആ ചതുപ്പ് നിലത്തിൽ, ആ കൊടുങ്കാട്ടില്. എന്നാൽ അവിടെ നടന്ന ആദിവാസികൾ അടുത്ത് ചെല്ലുമ്പോൾ അവർ കുടിക്കാൻ തരുന്ന കുറെ കാട്ടുകിഴങ്ങൊക്കെ അരച്ച് കലക്കിയതായ വെള്ളം, നമ്മുടെ ഇവിടെ പച്ചക്കപ്പയൊക്കെ അരച്ച് കലക്കിയിട്ട് പച്ചവെള്ളത്തിൽ കലക്കി കാടിവെള്ളം തരൂലേ, പശുക്കൊക്കെ കൊടുക്കുന്ന പോലുള്ള കാടിവെള്ളമാണ് കുടിക്കാൻ തരുന്നത്. അതും കുടിച്ച് വയറ് നിറച്ചിട്ടാണ് വീട് നടന്നു നീങ്ങുന്നത്. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും ഇനി ആ ഗ്രാമത്തിൽ അകത്ത് കടക്കണമെങ്കിൽ ഒരു ഹെലികോപ്റ്ററോ ഫ്ലൈറ്റോ വന്നെന്നെ പൊക്കിക്കൊണ്ടു പോകണം. വേറെ നിവൃത്തിയില്ല എനിക്ക് അതിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുവാനായിട്ട്. കരയുവാനായിട്ട് ആരംഭിച്ചു. കർത്താവെ ഒരു ഫ്ലൈറ്റിനെ അയക്കണം, കർത്താവെ ഒരു ഫ്ലൈറ്റിനെ അയക്കണം. കരഞ്ഞു കഴിഞ്ഞ് ഒരു ഫ്ലൈറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോ വന്നു കഴിഞ്ഞപ്പോ അവര് ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര ഡോളറുണ്ടോ? $500. $1000 തന്നാലേ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകല്ലേ, നീ ഇവിടെ കിടന്നോ? ഞാൻ പറഞ്ഞു, കർത്താവ് ഈ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞ് ഇനി ആഴ്ചകൾ കഴിഞ്ഞിട്ട് അടുത്തൊരു ഫ്ലൈറ്റ് വരുള്ളൂ. എന്റെ ഭക്ഷണമൊക്കെ തീർന്നു, ഞാനിവിടെ പട്ടിണി കിടന്ന് ചാവുകയും ഈ വനാന്തരത്തില് കരയുവാനായിട്ട് ആരംഭിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത വീണ്ടും ഒരു സൗണ്ട് കേട്ട് ഞാൻ മലയിലേക്ക് ഓടിച്ചെന്നു. കാര്യം അവിടെ ഫ്ലൈറ്റ് നിർത്തുന്ന ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തുന്ന പോലെ. കാര്യം ഓടിച്ചെന്ന് കയറിക്കോളാം, ഫ്യൂല് നഷ്ടപ്പെടാതിരിക്കാം. മലയുടെ മുകളിൽ വന്ന് ലാൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുപോകും. ഈ സൗണ്ട് കേൾക്കുമ്പോഴേ ഇറങ്ങി ബാഗ് എടുത്തോണ്ട് ഓടും മലയുടെ മുകളിലേക്ക്. ഞാൻ ഓടി അവിടെ ചെന്നപ്പോ ഒരു കാർഗോ ഫ്ലൈറ്റ് ആണ്. ഈ സ്വർണ്ണഖനി തൊഴിലാളികൾക്ക് ഡീസലും മണ്ണെണ്ണയൊക്കെ കൊണ്ടുവന്നായ ഒരു ഫ്ലൈറ്റ് ആണ്. അവരോട് ഞാൻ ചോദിച്ചു, എന്നെ കൂടെ തിരിച്ച് ടൗണിലേക്ക് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകും? അവരോട് കൊണ്ടുപോകാൻ, ഞങ്ങൾ ഇന്ന് ബ്രസീലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ തന്നെ നിന്നോ, കൊണ്ടുപോകാൻ. നിന്റെ കയ്യിൽ എത്ര ഡോളറുണ്ട്? ഒരു 500. അത് മതി, നിനക്ക് പേടിയൊന്നുമില്ലല്ലോ? ഇല്ല, പേടിയൊന്നുമില്ല. ഞാൻ ധൈര്യമായിട്ട് നിന്നു. പിറ്റേ ദിവസം അവര് അതെല്ലാം ഇറക്കിയിട്ട് തിരിച്ചു വന്ന് ഞാൻ ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ അകത്തേക്കൊന്ന് നോക്കിയപ്പോ ഞാനൊന്ന് ഞെട്ടി. ലോറി പുറത്തൊക്കെ ഇഷ്ടം പോലെ യാത്ര ചെയ്തിട്ടുണ്ട് നാട്ടിലെ, ലോറിയുടെ ടെമ്പോയുടെ പുറത്തൊക്കെ. അതിന്റെ അകത്തൊക്കെ പോയത് അതുപോലെ ഒരു തട്ട്, സീറ്റില്ല, സീറ്റ് ബെല്ലില്ല, ഒന്നുമില്ല. അവര് ചോദിച്ചു, എനിക്ക് പേടിയില്ല. ഞാൻ പറഞ്ഞു, പേടിയില്ല. എന്റെ മനസ്സിൽ കർത്താവ് ഈ കാട്ടിക്കിടന്ന് ചാകുന്നതിലും ഇതിന്റെ അത് വീണ്ടും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവരെന്നെ ടൗണിലോ ഹോസ്പിറ്റലിലെങ്കിലും കൊണ്ടുവരും. ഞാൻ രക്ഷപ്പെടാൻ തന്നെ തീരുമാനിച്ചു. എന്റെ ബാഗൊക്കെ എടുത്ത് അകത്തിട്ട് ലോറി പുറത്തിരിക്കുന്ന പോലെ ഫ്ലൈറ്റില് സീറ്റില്ല, സീറ്റ് ബെൽറ്റില്ല. നിങ്ങൾക്ക് ചിന്തിക്കാതെ ഫ്ലൈറ്റ് യാത്ര ചെയ്തവരെ അറിയാം ലോറി പുറത്തിരിക്കുന്ന പോലെ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്ത എന്തായിരിക്കും അവസ്ഥയെന്ന്. എന്റെ മിഷണറി യാത്രയുടെ അനുഭവങ്ങളാണ്. ഒരു കാർഗോ ഫ്ലൈറ്റിലെ പുറകിലെ ലോറി പുറത്തിരിക്കുന്ന പോലെ യാത്ര ചെയ്ത് ഒരു കണക്കിന് കർത്താവ് അത്ഭുതകരമായിട്ട് വിടുവിച്ച് ടൗണിൽ കൊണ്ട് വന്നിറങ്ങുവാനായിട്ട് രാജിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ദ്വീപിലേക്ക് പോകുമ്പോൾ കൊടുങ്കാറ്റടിച്ച് ഞങ്ങളുടെ ബോട്ട് മുങ്ങുവാനായിട്ട് സാധനങ്ങളൊക്കെ പറന്നുപോയി. ജീവിതത്തിൽ അന്ന് മരണത്തെ മുഖാമുഖമായി കണ്ട് നിന്ന് വിറയ്ക്കുകയാണ്. ഞങ്ങൾ മുങ്ങിച്ചാവുവാൻ പോവുകയാണ് അറ്റ്ലാന്റിക് ഓഷനില്.
ആ സമയത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ കരം വ്യാപരിക്കുവാനിടയുന്ന കാറ്റിനെ ശാന്തമാക്കി, കടലിനെ അമർത്തി ദൈവം ഞങ്ങളെ ഒരു ദ്വീപിൽ എത്തിച്ചു. ദ്വീപിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു. നനഞ്ഞ വസ്ത്രം മാത്രമുണ്ട്. എന്നാൽ ആ നനഞ്ഞ വിറയ്ക്കുന്ന അവസ്ഥയിൽ ഞാൻ എഴുന്നേറ്റ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നനഞ്ഞ വസ്ത്രവുമായിട്ട് ഞാൻ പ്രസംഗിക്കുവാനായിട്ട് എഴുന്നേറ്റിരിക്കുന്നത്. അന്ന് രാത്രി ആ ഗ്രാമത്തില് ആ ദ്വീപില് പ്രസംഗിച്ചപ്പോൾ അനേക രോഗികൾ സൗഖ്യമാകുവാൻ, ദൈവത്തിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനായിട്ട് ഇടയാക്കുന്നു. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങുവാൻ നിവർത്തില്ല. വെള്ളം നിലാവട്ടത്തിൽ ഞങ്ങളുടെ സ്പീഡ് ബോട്ട് ഓടിച്ച് തിരിച്ച് ഞങ്ങളുടെ റൂമിൽ ദൈവം അത്ഭുതമായിട്ട് കൊണ്ടെത്തിക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ദൈവം ഇതുപോലെ ചെയ്തതായ നിരവധി അത്ഭുതങ്ങളും അതിശയങ്ങളും എനിക്ക് നിരവധി കാര്യങ്ങൾ വിവരിക്കുവാനായിട്ടുണ്ട്. എന്റെ മുമ്പിൽ എന്റെ സമയം അതിക്രമിച്ച് കടന്നിരിക്കുകയാണ്. ദൈവം ചെയ്യുന്നതായ അത്ഭുതങ്ങളും അതിശയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര ഇവിടെ നിന്ന് വിവരിച്ചാലും എനിക്ക് മതിവരിക കാര്യം. അതുപോലെ എണ്ണി തീർക്കാനാകാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തത്. തിരിച്ച് ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് തിരിച്ച് വീണ്ടും ന്യൂയോർക്കിലൂടെ തിരിച്ച് നാട്ടിലേക്ക് വരണം. എന്റെ കയ്യിൽ 3 മാസത്തെ US വിസ തീർന്നു. വേറെ വിസ കിട്ടാൻ യാതൊരു മാർഗവുമില്ല. അങ്ങനെ ഒരു വെസ്റ്റ് ഇന്ത്യൻ ഐലൻഡ്സിൽ വന്ന് 2 ദിവസം എന്റെ ഫ്രണ്ട്സിനൊപ്പം കാർ ഓടിച്ച് പല വാതികളും മുട്ടി ഒരു US വിസ കിട്ടാനായിട്ട് ആരും തന്നില്ല. എന്നാൽ ഒരു ദിവസം ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഞാൻ US എംബസിയിലേക്ക് ധൈര്യമായിട്ട് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ കയറി ചെന്നപ്പോ ഒരു മദാമയാണ്. അവരെന്നെ നോക്കി. അവർ ചോദിച്ചു, എവിടെ വർക്ക് ചെയ്യുന്ന ഗയാനയില്? ഈ രാജ്യത്ത് എന്തിനു വന്നു? എവിടെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുന്നു. എങ്ങോട്ട് പോകുന്നു? ഇന്ത്യയിലേക്ക് പോവുകയാണ്. അവർ ചോദിച്ചു, എന്ന് തിരിച്ചു വരും? ഞാൻ പറഞ്ഞു 2-3 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. ഞാൻ ഗയാനെ തന്നെ സൗത്ത് അമേരിക്ക തന്നെ തിരിച്ചു വന്ന് ദൈവത്തിന്റെ നാമം പ്രസംഗിക്കുവാനായിട്ട് പോവുകയാണ്. അവരെന്നെ നോക്കി. ഞാൻ പൂരിപ്പിച്ചു കൊടുത്ത ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നോക്കി. ഞാൻ ഒറ്റ ദിവസത്തെ ട്രാൻസിസ്റ്റ് വിസയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂർ. ഒരു ദിവസം എനിക്ക് ന്യൂയോർക്ക് വഴി പാസ് ചെയ്യാൻ, ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് പോണേ, ഒരു ദിവസത്തെ വിസ മാത്രം എനിക്ക് തന്നാൽ മതി എന്നാ ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ $45 അടച്ചിട്ടുണ്ട്. അവരെന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഒരു ഫോം എടുത്ത് ഫില്ല് ചെയ്തിട്ട് അവരോട് $75 ആ ക്യാഷിൽ കൊണ്ട് അടച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ $75 ക്യാഷിൽ കൊണ്ടൊന്ന് അടച്ചിട്ട് അവര് വന്നു കഴിഞ്ഞപ്പോ അവര് ചോദിച്ചു, ഇത് ഇന്ത്യക്കാരെന്തുകൊണ്ട് 3 മാസത്തെ നീ ഇവിടെ വർക്ക് ചെയ്യാനാണെങ്കിൽ നിനക്ക് മോർ എൻട്രി വിസ അവർ തരണ്ടായിരുന്നല്ലോ, അവർ തന്നില്ലല്ലോ. ഞാൻ നിനക്ക് 5 വർഷത്തെ വിസ അയച്ചു തരാൻ മതി. ഒറ്റ മണിക്കൂർ കൊണ്ട് 5 വർഷത്തെ US വിസ പോർട്ട് ഓഫ് സ്പെയിൻ എന്ന് പറഞ്ഞ ഐലൻഡിൽ നിന്ന് എനിക്ക് അടിച്ചു കിട്ടി. 2005 വരെ. സ്വതന്ത്രം. ഒരു ദിവസത്തെ 24 മണിക്കൂറത്തെ വിസക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് അടിച്ചു കിട്ടി എത്രയെന്നറിയാം? 5 വർഷം. ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം, സ്വപ്നം പോലും കണ്ടിട്ടില്ല. 5 വർഷത്തെ US വിസ എന്നൊക്കെ പറഞ്ഞ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും എന്നെ മനസ്സിൽ വന്നിട്ടില്ല. എന്നാൽ ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മദാമയോട് ദൈവം സംസാരിച്ചു. എന്റെ പൈതലാണ്, അടിച്ചു കൊടുത്തേക്ക്. അവൻ ഇനിയും പോകാനും വരാനും ഒക്കെ ഉള്ളതാണ്. ഇഷ്ടം പോലെ യാത്ര ചെയ്യാനുള്ളതാണ്. 5 വർഷത്തേക്ക് അടിച്ചുകൊണ്ട്. എന്റെ ദൈവം അത്ര വിശ്വസനാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഇന്നും സജി ഒറ്റ പൈസ പോലും പോക്കറ്റ് ഇല്ലാതാണ് നടക്കുന്നത്. ഇന്നും പറഞ്ഞല്ലോ, മാസം ഒരു വരുമാനമില്ല. $1 10 സ്ഥിരമായിട്ട് ആരും സഹായിക്കുന്നില്ല സജിയെ. എന്നാലും വിശ്വാസത്താൽ യാത്ര ചെയ്യുകയാണ്. കർത്താവ് എവിടെ അയക്കുന്നു? ആഫ്രിക്കയോ ഗയാനയോ നോർത്ത് ഇന്ത്യയോ ഏത് സ്ഥലത്തേക്ക് അയച്ചാലും വിശ്വാസത്തോടെ പെട്ടിയും തൂക്കി ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ സഞ്ചി തൂക്കി. അയക്കുന്ന സ്ഥാനങ്ങളൊക്കെയും ദൈവം മാനിക്കുന്നു, ദൈവം ഉപയോഗിക്കുന്നു. അനേക യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമായിരിക്കാൻ കൊയ്ത്തിന് വേണ്ടി വേലക്കാരെ അപേക്ഷിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും, അതുമാത്രമല്ല ദൈവത്തിന്റെ ശബ്ദം നിങ്ങളെയും വിളിക്കുകയാണ്. ആഫ്രിക്കൻ കോൾ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ദൈവത്തിന്റെ ശബ്ദം ആഫ്രിക്ക നിങ്ങളെ വിളിക്കുന്നു, നോർത്ത് ഇന്ത്യ നിങ്ങളെ വിളിക്കുന്നു, സൗത്ത് അമേരിക്കയും യൂറോപ്പും നോർത്ത് അമേരിക്കയും ഒക്കെ നിങ്ങളെ വിളിക്കുകയാണ്. ഇവിടെയൊക്കെ നിരവധി സുവിശേഷകന്മാരെ, മിഷണറിമാരെ ആവശ്യമുണ്ട്. ആർ എനിക്ക് വേണ്ടി കടന്നു പോകും? കേവലം വിദ്യാഭ്യാസമില്ലാത്ത ഒരു ഡ്രൈവറായ എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്നെക്കാട്ടിലൊക്കെ എത്രയോ യോഗ്യതയുള്ളവരാണ് എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഇതുപോലെ കാലം പണം ഒരു പ്രശ്നമല്ല, ഭാഷയൊരു പ്രശ്നമല്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവരാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവരാണോ? ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനായിത്തീരും. ഇന്ന് രാത്രികാലം ആ ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് എത്ര പേർക്ക് മനസ്സുണ്ട്? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് എന്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഹല്ലേലൂയ, ഞാനിതാ, എന്നെ അയക്കണമേ എന്നുള്ള ഒരു തീരുമാനത്തോ ബോധത്തോടുകൂടെ എത്ര പേർക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും? നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ലല്ലോ, എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് പാടുവാൻ അറിയില്ല, എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയില്ല. എന്നാൽ കർത്താവ് നിന്നോട് ചോദിക്കാണ്, നിന്റെ മക്കൾ എന്തുണ്ട്? ഒരു കഷ്ണം ട്രാക്ട് ഉണ്ടോ നിന്റെ മക്കള്?
നിനക്ക് ഒരു വാക്കെങ്കിലും അറിയാമോ യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ സ്നേഹിക്കുമെന്ന്? ആ ഒരു കഷ്ണം ട്രാക്റ്റുമായിട്ട്, ആ ഒറ്റ വാക്കുമായിട്ട് നീ ഒരു റോഡിലേക്ക് ഇറങ്ങ്. നശിച്ചു പോകുന്ന നിരവധി ആത്മാക്കളാണ് അതിലെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരിതാ നിന്നെ വിളിക്കാൻ, അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിരവധി എയ്ഡ്സ് രോഗികള്, നിരവധി സ്ട്രീറ്റ് ചിൽഡ്രൻസ് നമ്മുടെ റോഡിലുണ്ട്. നിരവധി ആളുകൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾ തയ്യാറാണോ ഇറങ്ങുവാനായിട്ട്? വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിനെ അനുസരിച്ച് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ ദൈവത്തിന് വേണ്ടി ഞാനൊരു പോർഷനായിട്ട് ഒരു കോളാമ്പിലൂടെ വാക്യവും വിളിച്ചു പറഞ്ഞ് കഴുത്തിലെ വാക്യബോർഡും കെട്ടിത്തൂങ്ങിയിട്ട് നടന്നതിന് മുഖാന്തരമായിട്ട് ഇന്ന് ദൈവം എന്നെ മാനിച്ചു. ഈ പുസ്തകം നിങ്ങൾ കരങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ മാനിക്കും. ഈ പുസ്തകം നിങ്ങൾ ചുമന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ചുമക്കും. ഇത് നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ഈ പുസ്തകം നൽകി തരുവാനായിട്ട് ഇടയാക്കിയിടും. ഇന്ന് രാത്രികാലം ആര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത അടിയനിത കർത്താവേ, അടിയനെ അയക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരു തീരുമാനത്തോടുകൂടെ ഇവിടെ ആയിരിക്കുന്നു, അവർക്ക് തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പോൾ മുൻപോട്ട് കടന്നു വരാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാനിതാ എന്നെ അയക്കണമേ, ഞാനിതാ എന്നെ അയക്കണമേ, ഞാനിതാ എന്നെ അയക്കണമേ എന്നുള്ള ഒരുക്കത്തോടുകൂടെ തീരുമാനത്തോടുകൂടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എത്ര പേർക്ക് മനസ്സുണ്ട്? കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്, കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. നാളെ ഏതെല്ലാം രാജ്യങ്ങളിലേക്കാണ് ദൈവം നിങ്ങളെ അയക്കുവാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊറ്റ മനുഷ്യർക്കും അറിയില്ല. ഈ കൊച്ചി പട്ടണത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും ഞാൻ അമേരിക്ക കാണുമെന്നോ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വാക്കിന് വേണ്ടി എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം എന്നെ അയക്കുവാനായിട്ട് വിചാരിച്ചിരുന്നു. അതെന്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല, എനിക്ക് പണം ഉണ്ടായത് കൊണ്ടല്ല, എനിക്ക് നിരവധി ഭാഷകൾ അറിയാമായിരുന്നത് കൊണ്ടല്ല, ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ചത് കൊണ്ട് മാത്രം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ റിബാലവാന ശങ്കല ജനാശ്രാധന, റിബാല ബൗഡാല ജന ശങ്കൽ ജനാശ്രാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്, കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പണത്തോടുകൂടെ മുൻപോട്ട് കടന്നു വന്നിരിക്കുന്ന ഈ സഹോദരി സഹോദരന്മാരെ അങ്ങ് കാണുന്നുവല്ലോ കർത്താവേ. അങ്ങയുടെ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുമാറാണമേ. അങ്ങവരെ വിളിച്ച് വേർതിരിക്കാനായിട്ട് സ്തോത്രം. കർത്താവെ, വലിയ ആഗ്രഹത്തോടുകൂടെ നിന്റെ വേല ചെയ്യുവാനായിട്ടുള്ള അതിയായ അഭിവാഞ്ചിയോട് കൂടിയിട്ടാണ് അവർ മുൻപോട്ട് കടന്നു വന്നിരിക്കുന്നത്. അവരുടെ ഹൃദയത്തെ നീ നല്ലവണ്ണം കാണുന്നുവല്ലോ കർത്താവേ, അവരുടെ ആഗ്രഹത്തെ നീ അങ്ങ് കാണുന്നുവല്ലോ കർത്താവേ. ഹല്ലേലൂയ. റിബാലവാന ശന്തലജന ശരാധന, റിബാലവാന ശന്തലജന. കർത്താവേ, ഇന്ന് രാത്രികാലം നിന്റെ അഭിഷേകത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമേ. വലിയ ദർശനം, കാഴ്ചപ്പാട് ഈ ദിവസങ്ങൾ അങ്ങനെ വേലയെ കുറിച്ച് അങ്ങ് നൽകി കൊടുക്കുമാറാണമേ. ഈ ദിവസം കർത്താവേ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവരെ അയക്കുമാറാണമേ. ഞങ്ങളുടെ കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ നിരവധി ഗ്രാമങ്ങളിലേക്ക് ഈ സഹോദരി സഹോദരന്മാരെ അയക്കുമാറാണമേ. നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലേക്ക്, ഭൂലോകത്തിന്റെ 5 വൻകരകളിലേക്ക് കടന്നുപോയി നിരവധി രാജ്യങ്ങളെ കർത്താവെ കീഴടക്കുന്ന വീരന്മാരായിട്ട് ഈ സഹോദരി സഹോദരന്മാരെ അങ്ങ് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ തൃക്കരങ്ങളെ കേൾപ്പിക്കുകയാണ്, നിന്റെ തൃക്കരങ്ങളെ കേൾപ്പിക്കുകയാണ്. കർത്താവെ, ശത്രുവായവൻ ഒരിക്കലും മുതലെടുക്കുവാൻ അങ്ങ് അനുവദിക്കരുത്. സാത്താനെ, നിനക്ക് യാതൊരു അധികാരവും ഈ വ്യക്തി ജീവിതത്തിന് മേലില്ല. യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞാൻ ഈ ഓരോ വ്യക്തികളെയും മുദ്രയിടുകയാണ്. ഹല്ലേലൂയ. അവരുടെ പോക്കിന് തടസ്സമായിട്ട്, അവരിറങ്ങുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വിട്ടുപോകാനായിട്ട് കൽപ്പിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഇവർക്ക് വേണ്ടി വാതിലുകളെ തുറക്കുകയാണ്. റിബാലവാന ശന്തല ജനാശ്രാധന, റിബാലവാന ശന്തല ജനാശ്രാധന, റിബാല ബംദാല ജന ഗൂദാല ബബ്ദാല ജന ശന്തൽ ജനാശ്രാധന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങ് അപ്രകാരം ചെയ്യുവാൻ പോകുന്നതിനായ സ്തോത്രം. അങ്ങ് വലിയ വിടുതലിനെ ഇന്ന് രാത്രികാലം അയച്ചതിനായ സ്തോത്രം. ഇന്നിപ്പോ രാത്രികാലം കർത്താവേ, ഈ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളോടും ഇടപെടുമാറാണമേ. ആത്മാക്കളെ കുറിച്ചുള്ള വലിയ ഭാരത്താൽ കർത്താവേ നീ ജനത്തെ നിറയ്ക്കുമാറാണമേ. ഞങ്ങളുടെ കൊച്ചി പട്ടണത്തിലേക്ക് വലിയൊരു ഉണർവിനെ അയക്കുമാറാണമേ. അനേക മിഷണറിമാരെ കടന്നു പോകുന്ന ഒരു പട്ടണമാക്കി ഞങ്ങളുടെ പട്ടണത്തെ തീർക്കുമാറാണമേ. ഇവിടെയുള്ള സഭകളെ അങ്ങ് സന്ദർശിക്കുമാറാണമേ. യുവാക്കന്മാരെ അങ്ങ് സന്ദർശിക്കുമാറാണമേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ അനേകരെ അയക്കുമാറാണമേ. ഈ പ്രദേശത്ത് വലിയൊരു ശുശ്രൂഷ ചെയ്തെടുക്കുവാനായിട്ട് അനേക ദിവസങ്ങളും രൂപാന്തരപ്പെടുത്തി എടുക്കുമാറാണമേ. ഹല്ലേലൂയ.
കർത്താവേ, നീ ഇന്ന് ജീവിക്കുന്നതിനായി സ്തോത്രം. നീ അപ്രകാരം ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. അനേകരെ ഞങ്ങളുടെ ഈ പട്ടണത്തിൽ നിന്നും ഭൂലോകത്തിന്റെ 5 വൻകരകളിലേക്കും അങ്ങ് വരുന്ന ദിവസങ്ങൾ അയക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപകൾക്ക് മാറാണമേ സ്വർഗീയ പിതാവേ. ആമേൻ. താങ്ക് യു ജീസസ്. ഈ പ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന എക്സ്പ്രോസിന്റെ ഭാരവാഹികളോടുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നും കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ ഞാൻ പറയുകയാണ്. ദൈവം അനുവദിച്ചാൽ നമ്മുടെ 2001 അലഹബാദിലെ മഹാകുംഭമേള സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം 45 ലക്ഷം ജനങ്ങളോളം കടന്നു വരുന്നതായ വലിയൊരു കുംഭമേള. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഫെസ്റ്റിവല് ഗംഗാ നദിക്കരയിൽ അലഹബാദിലെ സംഘം എന്ന് പറയുന്ന സ്ഥലത്ത് ഗംഗയും യമുനയും ഒക്കെ ചേരുന്ന സ്ഥലത്ത് ആ കുംഭമേള നടക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഞാൻ പ്രയർ കാർഡ് അച്ചടിപ്പിച്ചിട്ട് ആ കുംഭമേളയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഞാനും കടന്നുപോവുകയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക നഗ്നരായ സാധുക്കൾ മാനസാന്തരപ്പെടണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ നിരവധി സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ ഒരു സുവിശേഷ പ്രതിയെങ്കിലും എത്തിപ്പെടണം. അതിലൂടെ അവർ മാനസാന്തരപ്പെടണം. ആ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ, നിങ്ങൾക്കറിയാം RSSന്റെ ഒക്കെ വലിയ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ വീണ്ടും ഇതാ ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് കാര്യമോ നിൽക്കാൻ സാധിക്കുന്നില്ല. എനിക്കൊരു വാക്ക് പറയാൻ അറിയത്തില്ല. യേശുവിനോട് നീ തുടങ്ങാൻ പറഞ്ഞു. യേശുവിന് പല സ്ഥലങ്ങളും അയച്ചു. ഇന്നലെ ഞാൻ ആ സഹോദരന്റെ ക്ലാസ്സിന് കണ്ടു. അനേക ആയിരക്കണക്കിന് 10,000കണക്കിന് ജനങ്ങൾ ബെന്നിക്കിന്റെ കൂച്ചൊക്കെ നടക്കുന്ന പോലെ ദൈവം ആ ദൈവദാസനെ ഉപയോഗിച്ചോണ്ടിരിക്കാൻ ആ യേശുവിന് വേണ്ടി പോകും. ജീവിതത്തിൽ ഒറ്റ ജീവിതമുണ്ട്. ഞാൻ റെഡിയായ കർത്താവ്, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഇനിയും നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൊടുത്തിട്ടില്ലെങ്കിൽ എഴുന്നേറ്റ് can you give your life to Jesus Christ? എനിക്ക് പറയാൻ അറിയത്തില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ ടാലൻസ് ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. ഒരു ഡ്രൈവറിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഓരോരുത്തരും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. Can you give your life to Jesus Christ? Lord, I come to you. I have decided to follow Jesus. Yeah. I have decided to follow. The first time I saw him, he did not know any English. Absolutely nothing. And so I was wondering to myself, how are we going to communicate with this young man? One thing he had for him, and until the week before he died that I saw him, he had one thing going for him. That was whenever you see him, he had a broad smile on his face. His eyes light up. And you can think it is the sun coming down. That's the way he portrays himself. He's always happy. He's always hardworking. He came to Parika Church on outreach and sang his first song. In order to get to the church, to one of the church that he was going to sing, he had to walk a mud down with his drums. But that did not affect him. He went, he sang his song, and everybody was tremendously blessed. From that first outreach, Sachi became a family of our church. He was no longer a stranger in the land, but he was a friend. In fact, he became like a big brother to my children. And so he was loved
very much. Saji was the person that made me aware of AIDS in our hospitals. Saji would very often come to me or to our family and say, listen, I need to give people soup. I need to give the patient soup, but I have no stuff to make the soup with. We're from a farming community, so we would say, okay, Saji, we're going to provide the stuff. You provide the cooking. Saji personally sometimes will cook the food until he got Red Cross to help him, and then they would prepare the meal. Saji came to us another day. He said, I have another problem. I said, what is your problem, Saji? He said, I need bowls to give them the soup in. I said, okay, we're going to have the bowls for you. But you know what? Saji never ever came to our group or to our family or to our church or to any one of us and said, I have a personal need. It was always about the people he was ministering to. It was always about the people who were dying. It was always about humanitarian effort. You know, when I heard that he died, I was in shock first of all, because I spoke to him the very week that he died. And I was saying to myself, what good can come out of such a situation? This was a man who had given his young life to ministry. What have I given? And I begin to compare my life to Saji's. I have lived my life, but I have never gone to the hospital and changed anybody's pampers. I have never gone to the hospital and bathed anybody. I have never gone to the hospital and spoon feed anybody. And I think to myself, what a great injustice these criminals have done. What a great injustice. And on behalf of my country, I'm apologizing. Because what we did not do in our country, a foreigner came and took us into his arms and loved us. And so I say to myself then, a couple of good things can come out of Saji's death. One is, we can live to make sure nobody die again in this manner. Two, each one of us that call ourselves by the name Christ can begin to portray Christ-like attitudes in our lives, Christ-like ways in our lives. No longer should we be sitting in the four walls of the church and looking for somebody from outside to come take care of our business. My life has been enriched, our church life has been enriched by knowing Saji and by associating with him. I don't remember anybody making such a great impact upon our children's life. There are quite a few Waiwamas that does that, but Saji was exemplary in his behavior. I have never seen him angry, even when he was used by us Guyanese. I have never seen him frustrated in doing what he was doing. He would be frustrated with not getting stuff done, but not because he had to do the stuff. And so I say to you as a group of believers this afternoon, or if you're not a Christian, I say to you, Saji lived his life. You know what? I am rejoicing this afternoon. You know what? It's not his body, it is his body in here, but it's not Saji in here. I rejoice because I'm going to see him one day. And I guess when I get to heaven, he's going to come at the gate with his big bright smile, his eyes all lighted up, and he's going to say, welcome into our home. That's what we are looking forward to. But I say to us, let's carry on the good work that he began, and let's perform it to the best of our ability. Thank you. 1999. As a member of the Executive Committee of the Guyana Association of Age Training, Education and Care, GATEC, I received a telephone call from the Director of Youth with a Mission, requesting permission to send 2 of their staff for training in caring for people infected with the AIDS virus. Since they had planned to begin a ministry at a public hospital
to those who were ill and were abandoned by relatives at the institution. At the appointed time, the two persons presented themselves, a male and a female, for the training. That is how I became acquainted with Saji Abraham. I did not know at the time that I was meeting a young man who to me would become one of the most dedicated persons I would ever meet in giving loving care and showing compassion to those afflicted with AIDS. After his training was completed, Saji gave himself wholeheartedly to this ministry. Saji would solicit funds from individuals, as we just heard, purchase food, take it to the hospital and feed the sick. If someone was willing to prepare a meal, Saji would collect it and take it to the hospital. Saji would lift the patients and take them to the bar, clean them up, and take them back to their beds. And this without gloves, contrary to what he was taught. But Saji, being the committed person he was, would not allow the lack of gloves to hinder him from ministering to the sick. Saji was unaffected by racial prejudice. All he saw was someone in need. He was truly colorblind. For a short period, he was also involved in ministering to the indigent at the farms. After leaving Youth with a Mission, Saji sought and obtained employment at the hotel tower. This affected his ministry to the needy and helpless because of his working hours. However, his desire to be a blessing to others remained strong. A little over a year ago, he was a part of the G1 Joki team that came to Ebenezer Full Gospel Church and had an open-air service on the church bridge. They sang bhajans, and Saji gave his testimony, which was a tremendous blessing to all. I must confess that I have not as yet been able to share with the people in the community Saji's death. When I read about it in the newspapers, I told myself, no, it's not Saji, it's somebody with the same name. And then I got a call and I was asked, have you read the papers? I said, yes. You mean about this man that was killed? Yeah. You know it's true. I said, no, it's not. But it turned out to be true. Saji loved Guyana and the Guyanese people so much that before his death, he was seeking to become a citizen of Guyana. Many of us don't know this. On my own behalf, and on behalf of members of the Ebenezer Full Gospel Church and the South American Full Gospel Mission, deepest sympathy and condolences are extended to all his grieving relatives. God bless you and strengthen you in this your love. Saji was a multi-talented young man. He loved to compose and sing his own style of music. He was also good on the hand drums and the harmonica. We grew to love Saji, appreciate and respect his humble manner, who became a household name to many of our members. Mr. Saji Abraham, a friend with a heart of love, compassion.
God-fearing man. He showed great respect to all race, poor, rich, sick or strong, dead or alive. Danya Prabhu Yesu Kanam, Danya Teranam, Danya Teranam, Danya Prabhu Yesu Kanam, Jai Jai Teranam, Jai Jai Teranam, Jai Jai Prabhu Yesu Kanam, Jai Jai Teranam. Young people, Sarji, he taught us that the right attitude in life would determine how far you would go. He taught us that forgetting about yourself and taking care of somebody else is what Christ and Christianity is all about. And those of you who are not Christian, who would want to say that, hey, he became a Christian, look what happened. Don't say that. Don't ever think that. God used this man in a mighty way. His name was Abraham. And he has proven that he is the father. So many of us here, I guess if I call all the young people that work with Saji, you wouldn't have time for anything else, because he's always singing, Saji, why are you singing? He says, that's fine. And I want to say to you all, love him. He's dead, but love the things that he did. Let that become a part of you. Don't throw it away. Keep Saji alive in you. By the things you do, the way you treat people, and the love you show. Song says, praise be the Lord. Praise be the Lord. Let's give God praise. Bless you. We were all shocked of news about Saji's death. As a matter of fact, I did not believe the initial report. Those who give us the report said, somehow I think you're mistaken. Check again. Are you certain it's Saji? I can hardly believe that one so kind, polite, unselfish, such a pleasant person, almost impeccable character, would have suffered such gruesome death. Then I also remember the words of the ancient prophet, who can know the hearts of men? It is deceitful above all things and desperately wicked. There is a cry for change in conservatives and politicians. Ladies and gentlemen, the cry of the church should be that God change the hearts of men. And when the hearts of men are changed, they would love people like Christ loved. We were shocked and real saddened by this death. I'm telling you, it touched us. We were really touched. Saji was like a younger brother to me. When he was introduced to me in the late 98, I think it was somewhere in 98, until late 98, he was introduced to me by some of the young men of our church, Brother Basil, Brother Martin, as a missionary from India with Y1.
I opened my heart to this young man because he needed no further introduction. There was the reflection of Jesus in this young man. We adopted him into our church. He had what we call honorary membership for the People's Assembly of God Church. And we also enlisted him on our missionary budget. Our church supported Brother Saji in his ministry here in Guyana. And we were all saddened. But brothers and sisters, what shall we say to these things? We may never in this lifetime have answers for all the questions that may come in our mind. But this one thing I do know, that Saji has fought a good fight. He's kept the faith. He's run the race. And there's a crown of life laid up for him, with the righteous judge shall give to him. Only heaven and eternity will record the lives he has touched. He has touched and ministered to so many people unselfishly. And so even though we grieve, even though we mourn, we do not mourn as those who do not have hope. For the Apostle Paul, he declares, for me to live is Christ, and to die is gain. Earth has lost, but heaven has gained the champion. And we should say, praise God for that. Hallelujah. Heaven has gained the champion. Praise God. Heaven has gained the champion. I want to express our deepest condolences to the bereaved relatives that are here. And we know you will understand that God doeth all things well. Like Job, we can say, will the judge of the earth do anything wrong or contrary? He doeth all things well. Shed your blood